പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ മുഖാമുഖം പരിപാടിയിലേക്ക് എവർക്കും സ്വാഗതം. ജർമ്മനി ഒരു വലിയ വെല്ലുവിളികളുടെ നടുവിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. പൂർത്തിയാകാതെ പോയ, അതായത് പാർലമെന്റിൽ കാലാവധി പൂർത്തിയാകാതെ പോയ ഒരു സർക്കാർ കൂപ്പുകുത്തി വീഴുകയും അതിലൂടെ ഒരു പുതിയ സർക്കാരിനെ തെരഞ്ഞെടുക്കാൻ പുതിയ പാർലമെന്റ് ഉണ്ടായി. അത് ഇതുവരെ ചേർന്നിട്ടില്ല. ഫെബ്രുവരി 23 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നു. അതിശക്തമായ പോരാട്ടത്തിലൂടെ 83% പോളിംഗിലൂടെയാണ് ഇത്തവണ 21ാമത്തെ പാർലമെന്റിനെ തെരഞ്ഞെടുത്തത്. അതോടൊപ്പം ഒരു വലിയ കുടിയേറ്റ രാജ്യം എന്ന നിലയിൽ കുടിയേറ്റക്കാരുടെ മാസീവായിട്ടുള്ള വരവും ജർമ്മനിയുടെ വലിയ വെല്ലുവിളിയായിട്ട് തുടരുമ്പോൾ സാമ്പത്തികമായി ജർമ്മനിക്ക് അതിലും അതിജീവനത്തിന്റെ ഒരു രംഗം കൂടി ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് പണപ്പെരുപ്പം, ഉക്രൈൻ യുദ്ധം, അതുപോലെ തന്നെ ഏതിനും തീ പിടിച്ച വില. അത് എന്തായാലും ചെറുതായാലും വലുതായാലും ഉപഭോക്തൃ രാജ്യം എന്ന നിലയിൽ ജർമ്മനിക്ക് ഒരു വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ എല്ലായിടത്തും നിൽക്കുന്നത്, തൊഴിൽ മേഖലയിലും എല്ലാ തരത്തിലും. അതുകൊണ്ട് തന്നെ ജർമ്മനിയുടെ നിലവിലെ ക്രൈസിസ്, അത് ഈ പറഞ്ഞ തരത്തിലുള്ള എല്ലാവിധ ക്രൈസിസും പുതിയ സർക്കാർ അതിജീവിക്കുമോ എന്നാണ് ഞങ്ങൾ ഇവിടെ പരിശോധിക്കുന്നത്. ഇന്നത്തെ മുഖാമുഖം പരിപാടിയിൽ പ്രവാസി ഓൺലൈനോടൊപ്പം എപ്പോഴും ചേരുന്ന പുതിയ കാര്യങ്ങൾ നമ്മളോടൊപ്പം പങ്കുവയ്ക്കുന്ന നിങ്ങളുടെയൊക്കെ പ്രിയങ്കരനായ ഡോക്ടർ ജോർജ് അരീക്കലാണ്. ഡോക്ടർ ജോർജ് അരീക്കലിനെ പറ്റി പറയുമ്പോൾ ഇവിടുത്തെ കാൾ കൂബൽ സ്റ്റിഫ്റ്റുങ് എന്ന ഒരു ഫൗണ്ടേഷന്റെ മുൻ CEO കൂടിയാണ്. ഇപ്പോൾ പെൻഷൻ പറ്റി എങ്കിലും ജർമ്മനിയുടെ എല്ലാവിധ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കി ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞങ്ങൾക്കൊക്കെ ഒരു മാതൃകാ വ്യക്തി കൂടിയാണ്. ഈ മുഖാമുഖം പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം ഡോക്ടർ ജോർജ് അരീക്കൽ അങ്കിളിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം അങ്കിൾ. നമസ്കാരം ജോസ് കുമ്പളിവേൽ. നമ്മുടെ ജർമ്മനി ക്രൈസിസിലാണ്. അപ്പൊ അതെങ്ങനെ അതിജീവിക്കും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന ചോദ്യം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിന്റെ പ്രാമുഖ്യമായിട്ട് എന്താണ് പറയാനുള്ളത്? ജർമ്മനി പല ക്രൈസിസുകളും കടന്നു വന്നിരിക്കുന്ന രാജ്യമാണ്. രണ്ടു ഭയങ്കര മഹായുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രോഗ്രസ് ജർമ്മൻകാരുണ്ടാക്കി. അപ്പോ ഇപ്പോഴുള്ള ക്രൈസിസും ഓവർകം ചെയ്യും എന്നുള്ളതിൽ എനിക്ക് വിശ്വാസമുണ്ട്. ജർമ്മനി ഈ കഴിഞ്ഞ വർഷങ്ങളിൽ പല ക്രൈസിസുകളും അനുഭവിച്ചു. 2008 അമേരിക്കയിലെ ഒരു വലിയ ബാങ്ക് ഫ്ലൈറ്റ്, അതായത് ബാങ്ക്രപ്സി ആയപ്പോ ആ ബാങ്കിനൊപ്പം ജർമ്മനിയിലെ പല ബാങ്കുകളും ഒന്നിച്ച് താഴോട്ട് പോയിരുന്നു. അന്ന് ഭയങ്കര ഫൈനാൻസ് ക്രൈസിസ് ഉണ്ടായിരുന്നു. 2010, 2012 യൂറോപ്പിലെ ഫൈനാൻസ് ക്രൈസിസിൽ ജർമ്മനിക്ക് പ്രധാന ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അന്ന് ഇത് കൈകാര്യം ചെയ്യാനുള്ള ഉത്തരവാദിത്വമായിരുന്നു ആഞ്ചല മെർക്കൽ ചാൻസലർ ആയിരുന്ന കാലത്ത്. ഇറ്റലി, സ്പെയിൻ, ഗ്രീസ് ഈ രാജ്യങ്ങളൊക്കെ ഓവർ ഡെപ്റ്റ് ആയിട്ട് ക്രൈസിസ് ഉണ്ടായപ്പോൾ ജർമ്മനിയും യൂറോപ്യൻ യൂണിയനും ഒന്നിച്ചായിരുന്നു ആ ക്രൈസിസിനെ അഭിമുഖീകരിച്ചത്. പിന്നെ വന്ന ക്രൈസിസ് 2020 കൊറോണ ക്രൈസിസ് ആയിരുന്നു. ആ കൊറോണ ക്രൈസിസിൽ ഇവിടെ ലോക്ക്ഡൌൺ വന്നപ്പോൾ ധാരാളം കമ്പനികൾ അടഞ്ഞുപോയി, റെസ്റ്റോറന്റ് പല സർവീസുകളും നിർത്തിപ്പോയി. ആ ക്രൈസിസും സാവധാനം ഓവർകം ചെയ്തു വന്നിരുന്ന സമയത്താണ് 2022 റഷ്യ ഉക്രൈനെ അറ്റാക്ക് ചെയ്തിട്ടുള്ള ഉക്രൈൻ വാറിന്റെ ക്രൈസിസ്. ഇങ്ങനെയുള്ള ആ ക്രൈസിസിൽ ജർമ്മനിയിലേക്ക് ഏകദേശം 1.5 മില്യൺ അഭയാർത്ഥികൾ അഡീഷണൽ ആയിട്ട് വന്നു ചേർന്നു. അതോടൊപ്പം തന്നെ പല വേറെ ക്രൈസിസുകളും ഉണ്ടായിരുന്നു. അപ്പോ നമ്മൾ ഒന്നിച്ച് ആലോചിക്കുകയാണെങ്കിൽ ജർമ്മനിക്ക് ഈ ക്രൈസിസ് ഓവർകം ചെയ്യാനുള്ള കഴിവ് സാവധാനം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഇപ്പോഴത്തെ പുതിയ ഗവൺമെന്റ് വരാൻ പോകുന്നു. ആ പാർലമെന്റ് ഒന്നിച്ചു കൂടാൻ പോകുന്നത് ഈ മാർച്ച് 25-നാണ് പുതിയ പാർലമെന്റ്. അപ്പോ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഫെഡറൽ ചാൻസലർ ഫ്രീഡ്രിഷ് മെർസ് ഒരു പുതിയ പ്രപ്പോസൽ വെച്ചിരിക്കുകയാണ്. അതായത് ജർമ്മനി കടമെടുത്ത് ഇവിടുത്തെ എക്കണോമിയെ ഉത്തേജിപ്പിക്കാമെന്നും കടമെടുത്ത് ഇവിടുത്തെ സെക്യൂരിറ്റി ഷുവറാക്കാമെന്നുമുള്ള പ്രതീക്ഷയിൽ ഈ കഴിഞ്ഞ ആഴ്ച ജർമ്മൻ പാർലമെന്റ് പഴയ ജർമ്മൻ പാർലമെന്റ് തീരുമാനമെടുത്തിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ഇവിടുത്തെ ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷൻ പോലും 2/3 മജോറിറ്റിയിൽ ചേഞ്ച് ചെയ്തു. ഇതാണ് ആദ്യമായിട്ട് പറയാനുള്ള ഏതാനും ചില വാക്കുകൾ.
ഇതിലേക്ക് കടക്കുമ്പോൾ പുതിയ ഗവൺമെന്റിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞു, ചാൻസലറിന്റെ കാര്യവും പറഞ്ഞു. ഇപ്പോൾ രണ്ട് പ്രമുഖ പാർട്ടികളാണ് CDU CSU സഖ്യവും അതുപോലെ SPD-യുമാണ് പുതിയ ഗവൺമെന്റ് രൂപീകരിക്കാനായിട്ടുള്ള ചർച്ചകൾ തകൃതിയായിട്ട് നടക്കുന്നു. ഏകദേശം മെയിൻ ഭാഗങ്ങളെല്ലാം കഴിഞ്ഞു എന്നാണ് ഇന്നലെ റിപ്പോർട്ട്. പക്ഷെ അതില് ഇപ്പൊ ഈ ഡെപ്റ്റ് ബ്രേക്ക് എന്നുള്ള ഒരു കാര്യം കഴിഞ്ഞ വെള്ളിയാഴ്ച പാർലമെന്റ് പാസ്സാക്കിയത് ബുണ്ടസ്റാറ്റ് കൂടി അതിനൊരു സൂസാകെ അതിനൊരു പച്ച കൊടി കാണിച്ചിരിക്കുമ്പോൾ ഇതിനകത്ത് 1 ട്രില്യൺ യൂറോയാണ് വില ഇത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിനകത്ത് 50 മാറ്റിയിരിക്കുന്ന 500 ബില്യൺ യൂറോ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും അതുപോലത്തെ കാര്യങ്ങളും ഉൾപ്പെടുത്തി മാറ്റം വരുത്താനായിട്ടും നവീകരിക്കാനുമായിട്ട്. അപ്പൊ ആദ്യം അതിലേക്ക് വരുമ്പോൾ ഈ കടം ഇപ്പം ഭാവിയിൽ അടുത്ത 12 കൊല്ലത്തെ ഇൻഫ്രാസ്ട്രക്ചറാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഈ 12 കൊല്ലം കൊണ്ട് ഈ തകർന്ന് കിടക്കുന്ന ഇക്കോണമിയെ എങ്ങനെയാണ് ഇവരൊന്ന് പുനരുജ്ജീവിപ്പിക്കാനായിട്ടുള്ള ഒരു സ്രോതസ്സും അല്ലെ അതുപോലെ അതിന്റെ കാഴ്ചപ്പാട് എങ്ങനെയാണ്? ഈ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ ജർമ്മനിയിലെ ഇപ്പോഴത്തെ ക്രൈസിസിന്റെ കുറച്ച് ബാക്ക്ഗ്രൗണ്ടും കൂടി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. 1989 ആണ് ബെർലിന്റെ നടുവിൽ കൂടി പോയിരുന്ന ഭിത്തി മറിഞ്ഞു വീഴ്ത്തിച്ചത്. ജനങ്ങൾ തന്നെ അതിന് ഇനിഷ്യേറ്റീവ് എടുത്ത് അത് വീണു. ആ സമയം 1990 ആയപ്പോ ജർമ്മൻ റീയൂണിഫിക്കേഷൻ ഉണ്ടായി. അതായത് ഈസ്റ്റ് ജർമ്മനിയും വെസ്റ്റ് ജർമ്മനിയും ഒന്നിച്ചുകൂടി. അതിന് കൂടുതൽ അനുവാദം നൽകിയത് അന്നത്തെ സോവിയറ്റ് യൂണിയന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഗോർബാച്ചോവ് ആയിരുന്നു. അദ്ദേഹം വളരെ ജനറസ് ആയിട്ട് ജർമ്മൻ യൂണിഫിക്കേഷനെ സഹായിച്ചു. ഈ 1991 സോവിയറ്റ് യൂണിയന്റെ ലീഡർഷിപ്പിലുണ്ടായിരുന്ന വാർഷോ പാക്ട് ട്രീറ്റി ഡിസോൾവ് ആയി. അപ്പോൾ എല്ലാവരും കരുതി കോൾഡ് വാർ, ശീതയുദ്ധം സമാധാനം ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് അധികം ഇൻവെസ്റ്റ് ചെയ്യേണ്ട, ഈ സമാധാനത്തിന്റെ ഡിവിഡൻഡ് നമുക്ക് ലഭിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. ഇതിനിടയ്ക്ക് നാറ്റോ ട്രീറ്റി ഇതിലുള്ള പല രാജ്യങ്ങളും ഈ സോവിയറ്റ് യൂണിയൻ ഡിസോൾവ് ആയി എന്ന് മനസ്സിലാക്കിയിട്ടും സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിരുന്ന പല മെമ്പർ രാജ്യങ്ങളെയും നാറ്റോ ട്രീറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തു, അല്ലെങ്കിൽ അവരെ സ്വീകരിച്ചു. വാസ്തവത്തില് ജർമ്മൻ യൂണിഫിക്കേഷനായി വേണ്ടിയിട്ടുള്ള നെഗോസിയേഷൻ നടന്നപ്പോ അന്നത്തെ ഇവിടുത്തെ വിദേശകാര്യമന്ത്രി ഗൻഷർ പറഞ്ഞതാണ്, ഈ ഇപ്പോൾ വാർഷോ ട്രീറ്റിയിലുള്ള രാജ്യങ്ങളെ ആരെയും നാറ്റോയിലേക്ക് എടുക്കുകയില്ലായിരുന്നു. പക്ഷെ ഈ നാറ്റോ പുതിയ രാജ്യങ്ങളെ എടുത്തു. അതായത് പോളണ്ട്, ലിറ്റാനിയ, അങ്ങനെയുള്ള പല രാജ്യങ്ങളും പുതിയതായിട്ട്, ഹംഗറി, ഇതൊക്കെ നാറ്റോയിൽ ചേർന്നു. 30ഓളം രാജ്യങ്ങൾ അന്ന് ചേർന്നായി, 30ഓളം രാജ്യങ്ങളായി ചേർന്നു. ഇതെങ്ങനെ പോയി അവര് റഷ്യയുടെ അറ്റം വരെയുള്ള രാജ്യങ്ങളെ നാറ്റോയിലേക്ക് സ്വീകരിക്കാൻ സന്നദ്ധരായി. അതാണ് ഒരു കാരണം. ഞാൻ സോവിയറ്റ് യൂണിയൻ റഷ്യ ഉക്രൈനെ അറ്റാക്ക് ചെയ്തത് ന്യായീകരിക്കുകയല്ല. പക്ഷെ നാറ്റോ രാജ്യങ്ങള് ഈ ഉക്രൈനെയും മറ്റു രാജ്യങ്ങളെയും നാറ്റോയുടെ മെമ്പേഴ്സായിട്ട് സ്വീകരിക്കാൻ നോക്കിയപ്പോ റഷ്യക്ക് അത് പിടിച്ചില്ല. അതാണ് 2014 റഷ്യ ക്രിം എന്ന് പറഞ്ഞ സ്ഥലത്തെ ഉക്രൈനയുടെ ഒരു ഭാഗത്ത് പിടിച്ചെടുത്തു. പിന്നെ 2022 ഉക്രൈനയെ അറ്റാക്ക് ചെയ്തു. യാതൊരു വിധത്തിലും അത് ന്യായീകരിക്കാൻ പറ്റുകയില്ല. പക്ഷെ വെസ്റ്റേൺ കൺട്രീസിനും ഇതില് കൂട്ടുത്തരവാദിത്വം. ഈ സോവിയറ്റ് യൂണിയൻ 1991 ഡിസോൾവ് ആയപ്പോ അതിലെ പ്രധാന രാജ്യമായിരുന്ന റഷ്യ വളരെ പാവപ്പെട്ടതായിരുന്നു. ആരും കരുതിയില്ല ഈ റഷ്യ വീണ്ടും ഒരു വലിയ പവറായിട്ട് തിരിച്ചു വരുമെന്ന്. ഇങ്ങേറ്റം ഞാൻ ജോലി ചെയ്തിരുന്ന സംഘടന പോലും അന്നത്തെ റഷ്യയിലെ പല പാവപ്പെട്ട കുടുംബങ്ങളെ പോലും സഹായിക്കാൻ അന്ന് പ്രോജക്റ്റുകൾ ഇംപ്ലിമെന്റ് ചെയ്തിരുന്നു. അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാര്യം, മോസ്കോയിലെ സ്ട്രീറ്റുകളില് പാവപ്പെട്ടവര് പിച്ച ചോദിക്കുന്നതായിരുന്നു. അന്ന് ജെൽസിനായിരുന്നു അതിന്റെ പ്രസിഡന്റ്. അതിനുശേഷമാണ് പുടിൻ വന്ന്
പതുക്കെ പതുക്കെ റഷ്യ ഒരു വലിയ പവറായിട്ട് മാറി. അപ്പൊ ഈ ശീതയുദ്ധം തീർന്നു എന്ന് നമ്മൾ വിചാരിച്ചിരുന്നുവെങ്കിലും വാസ്തവത്തില് കോൺഫ്ലിക്റ്റ് ഒന്നുകൂടി കൂടി വരികയാണ്. ഈ ശീതയുദ്ധം പോയി എന്ന് കരുതിയിട്ട് ഇങ്ങേയറ്റം ജർമ്മനി ഇവിടുത്തെ ആർമിയിൽ ചേരാനായിട്ട് യുവജനങ്ങൾ ചേരണമെന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു. അതുപോലും വേണ്ട എന്ന് വെച്ചു. അതുപോലെ തന്നെ വെപ്പൺ പ്രൊഡക്ഷൻ കുറച്ചു. ജർമ്മനിയുടെ ആർമിക്ക് വേണ്ടിയിട്ടുള്ള ചെലവുകൾ വളരെ കുറച്ചിരുന്നു. അതിനാൽ ഇപ്പോ ജർമ്മൻ ആർമി വളരെ വീക്കാണ്. അതുകൊണ്ടാണ് ഇപ്പോ വീണ്ടും ഒരു ധാരാളം കടമെടുത്ത് ജർമ്മൻ ആർമിയെ വീണ്ടും ശക്തിയിലേക്ക് കൊണ്ടുവരുന്നത്. ജർമ്മനി മാത്രമല്ല, യൂറോപ്പ് മാത്രമല്ല, ലോകം മുഴുവനും എല്ലാ രാജ്യങ്ങളും ഇപ്പോ വെപ്പൺ പ്രൊഡ്യൂസ് ചെയ്യുകയും സമാധാനം ലഭിക്കാൻ വേണ്ടിയിട്ട് വെപ്പൺ വേണമെന്നുള്ള ആ തിയറി എല്ലാവരാലും അംഗീകരിക്കപ്പെടുകയാണ്. എന്റെ അഭിപ്രായത്തില് ധാരാളം വെപ്പൺ പ്രൊഡ്യൂസ് ചെയ്ത് ഈ നമുക്ക് ജീവിക്കുവാൻ ആവശ്യമുള്ള റിസോഴ്സസ് നശിപ്പിക്കുകയാണ്. അതായത് നമ്മുടെ രാജ്യത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ നടത്തി വന്നുകൊണ്ടിരുന്ന ഒരു സമയത്ത് കൂടുതലായിട്ടും വെപ്പണുകൾ ഉണ്ടാക്കാൻ, അതായത് ആയുധങ്ങൾ ഉണ്ടാക്കാനായിട്ട് ആ തുക മാറ്റിവെച്ചിട്ട് അത് തന്നെയാണ് ഇപ്പോൾ 500 ബില്യൺ യൂറോയുടെ അതായത് പട്ടാള നവീകരണം അല്ലെങ്കിൽ ആ ഒരു സാങ്കേതികത്വം കൊണ്ടുവരാനായിട്ട് ഇവർ ഇപ്പോൾ ശ്രമിച്ചത്. അതെ, പട്ടാള നവീകരണം ധാരാളം കമ്പനികളുടെ ഈ വെപ്പൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനി ഇപ്പോ റൈൻ മെറ്റാൽ ജർമ്മനിയുടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള, ആരും കേൾക്കാതിരുന്ന ഒരു നാമം ഇപ്പൊ എങ്ങോട്ട് തിരിഞ്ഞാലും റൈൻ മെറ്റാലെ കേൾക്കാനുള്ളൂ. അതെ, അവരുടെ ഷെയറിന്റെ വാല്യൂ വളരെയധികം വർദ്ധിച്ചു വരുന്നു. അവര് ഇപ്പോ പുതിയ ജോലിക്കാരെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് അഡ്വർടൈസ്മെന്റ് പോലെ മലയാളികൾ ഇപ്പൊ അവിടെ ജോലിക്ക് കയറുന്നുണ്ട്. അത് റൈൻ മെറ്റാൽ മാത്രമല്ല, യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലും ഇപ്പോഴത്തെ ഈ വെപ്പൺ പ്രൊഡക്ഷൻ വളരെ കൂടിയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇവിടുത്തെ ഒരു ലേബർ മാർക്കറ്റുമായിട്ട് നമ്മൾ ഇത് സംയോജിപ്പിച്ച് പറയുമ്പോൾ 2005-2019 എന്ന് പറയുന്നത് ജർമ്മനിയുടെ ഒരു ലേബർ മാർക്കറ്റ് മിറക്കിൾ ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ഇപ്പോഴത്തെ ഈ ഒരു ജർമ്മനിയുടെ കീഴ്പോട്ടുള്ള വളർച്ച അതെങ്ങനെയാണ് ഇത്തരത്തിൽ ഒന്ന് ബന്ധിപ്പിച്ച് പറയാൻ പറ്റും? 2019, 2020, 2021, 2022 വർഷങ്ങളിൽ ഇവിടുത്തെ ലേബർ മാർക്കറ്റിൽ ആൾക്കാര് കൂടുതൽ അപ്പോയിന്റ് ചെയ്തിരുന്നെങ്കിലും ജർമ്മനിയുടെ ഗ്രോത്ത് കുറഞ്ഞിരുന്നു. 2020 5% ഗ്രോത്ത് താഴോട്ട് പോയിരുന്നു. അപ്പൊ അതുകൊണ്ട് ആൾക്കാർക്ക് ജോലി ലഭിച്ചെങ്കിലും പൊതുവെയുള്ള ജർമ്മനിയുടെ ഗ്രോത്ത് കുറഞ്ഞു. ആ ക്രൈസിസ് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഈ ജർമ്മനി ചെയ്ത ഏറ്റവും വലിയ വീക്ക്നെസ് കഴിഞ്ഞ 15 വർഷമായിട്ട് ജർമ്മനിയുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഒന്നും തന്നെ ആധികാരികമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നില്ല. ഇപ്പോൾ നോക്കുന്ന എല്ലായിടത്തും വളരെ മെയിൻ്റനൻസ് വളരെ ആവശ്യമായിട്ടുള്ള ബ്രിഡ്ജുകൾ, അല്ലെങ്കിൽ ട്രെയിൻ പോകുന്ന വഴി, അല്ലെങ്കിൽ റോഡുകൾ, അല്ലെങ്കിൽ പല ഭാഗത്തും രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇവര് ചെയ്തു കൊടുത്തില്ല എന്നുള്ള ഒരു സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ള ഒരു കാര്യമില്ലേ? അതായത് മെയിൻ്റനൻസ് നടത്താതെ മിക്കതും വളരെ വീക്കായിക്കൊണ്ടിരുന്നു. ഇനി അത് മുന്നോട്ട് അങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. എല്ലാവരും പറഞ്ഞിരുന്നത് കടമെടുത്ത് ഇൻഫ്രാസ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്താൽ നമ്മളുടെ പുതിയ ജനറേഷന് കടത്തിന്റെ ഭാരം കൂടുതലാകും എന്നായിരുന്നു. അതുകൊണ്ടാണ് 2016 ജർമ്മൻ ഗവൺമെന്റ് തീരുമാനിച്ചത് ഒരു പ്രത്യേക ശതമാനത്തിന് ഉപരിയായിട്ട് കടം എടുക്കുവാൻ അനുവാദമില്ല എന്നുള്ളത്. അത് ഇങ്ങേറ്റം കോൺസ്റ്റിറ്റ്യൂഷനിൽ പോലും എഴുതിയിരുന്നു. ആ കോൺസ്റ്റിറ്റ്യൂഷന്റെ ചേഞ്ചാണ് ഇപ്പോ ഈ ഒരാഴ്ച മുമ്പ് പുതിയ പാർലമെന്റ്, തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ പാർലമെന്റ് അല്ല, പ്രത്യുത ഇപ്പൊ പഴയ പാർലമെന്റിന്റെ 3/2 മജോറിറ്റിയോടുകൂടി പാസ്സാക്കിയത് ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ചേഞ്ചാണ്. കാരണം അവർക്ക് മനസ്സിലായി കടമെടുക്കാതെ
ഇപ്പോഴത്തെ ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. അപ്പോഴാണ് അവരുടെ തിയറി വന്നത്, കടമെടുക്കാതെ ഒരു വളരെ വീക്കായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കുന്നതും പുതിയ ജനറേഷന് കടമാണ്. മോണിറ്ററി കടമല്ല, പ്രത്യുത ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങളുടെ മോശമായിട്ടുള്ള വളർച്ച മൊത്തത്തിൽ ഒരു ലയബിലിറ്റി ആയിട്ട് മാറിത്തീരുമെന്നു. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പം പഴയ പാർലമെന്റിൽ FDP, SPD അതുപോലെ ഗ്രീൻസ് ആണ് ഭരിച്ചുകൊണ്ടിരുന്നത്. നവംബർ മാസത്തിൽ FDP അവരുടെ മന്ത്രി തന്നെ നടത്തിയ ഒരു പ്രഖ്യാപനത്തിന്റെ വെളിച്ചത്തിൽ മന്ത്രിയെ പുറത്താക്കിയാണ് അവരുടെ കൊളീഷൻ പൊട്ടിയത്. പൊട്ടിക്കഴിഞ്ഞപ്പോൾ ന്യൂനപക്ഷ ഗവൺമെന്റായിട്ട് നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ പ്രസിഡന്റ് തന്നെ തീരുമാനമെടുത്തു, പുതിയ തെരഞ്ഞെടുപ്പ് വേണമെന്നുള്ളതും തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും തെരഞ്ഞെടുക്കപ്പെട്ടതും. പക്ഷെ ഇതൊന്നും തന്നെ ഈ പഴയ കാര്യങ്ങൾ പറയുമ്പോൾ അത് അവർക്കൊരു വലിയ ഒരു വീഴ്ച വന്നിട്ടും പുതിയ ഗവൺമെന്റ് അന്ന് കടത്തെ ചൊല്ലി പ്രശ്നമായി കഴിഞ്ഞപ്പോൾ ആ കടം തന്നെ പുതിയ കുപ്പിയിൽ കൊണ്ടുവന്നിട്ട് കടം എടുക്കണമെന്നുള്ള നിബന്ധനയിലൂടെ ഇപ്പം 3-2 ഭൂരിപക്ഷത്തിലൂടെ അവർ കഴിഞ്ഞ വെള്ളിയാഴ്ച അത് പാസ്സാക്കി കഴിഞ്ഞപ്പോൾ ഇനി ഈ കടം എന്ന് പറയുന്ന ഇപ്പൊ 500 ബില്യൺ അല്ലെ $1 ട്രില്യൺ 2036 കൊണ്ട് തീർക്കണമെന്നാണ് അല്ലെ? അതെ. അപ്പൊ അതിൽ കൊണ്ടുവരുമ്പോൾ ഇവർക്ക് പുതിയ ഗവൺമെന്റിന് ഇത് അവരുടെ ഇഷ്ടാനുസരണം ചെയ്തു തീർക്കാൻ ഫ്ലിസ്റ്റ് അല്ലേ? ആ ഫ്ലിസ്റ്റ് ഇവർ ചെയ്യുമോ എന്നുള്ള ഒരു കാര്യം എല്ലാവർക്കും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയല്ലേ? അതുകൊണ്ട് പുതിയ ഗവൺമെന്റ് അല്ലെ മേർച്ച് ചാൻസലറായിട്ട് വരുന്ന ഗവൺമെന്റ് ഇവരിത് പൂർത്തീകരിക്കുമോ? അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഇല്ല ഇതിന്റെ മറുവശം നോക്കിയാൽ? ഇതില് ഒരു പ്രധാന കാര്യം പറയാനുള്ളത്, ഇപ്പോ ഭരിക്കുന്ന ഗവൺമെന്റ് ഷോൾസ് ചാൻസലർ ആയിരിക്കുന്ന ഗവൺമെന്റ്, ഇപ്പോഴും ചാൻസലർ ഷോൾസ് ആണ്. ഈ ഷോൾസും SPD-യുടെ ഗവൺമെന്റും ഗ്രീൻ ഒന്നിച്ചുള്ള ഗവൺമെന്റ് പണ്ടേ തന്നെ ആഗ്രഹിച്ചതാണ്, അഭ്യർത്ഥിച്ചതാണ് കടം കൂട്ടുക, കടമെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുക. അതിന് ഏറ്റവും എതിരായിട്ട് നിന്നത് ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയും ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടിയുമാണ്. അതായത് പുതിയ ചാൻസലർ ആകാൻ പോകുന്ന ഫ്രീഡ്രിക് മെർസ് പോലും പറഞ്ഞിരുന്നത്, ഇവിടെ വരുമാനത്തിന്റെ പ്രശ്നമല്ല, നമ്മൾ ചെലവാക്കുന്നതിന്റെ പ്രശ്നമാണ്, അതുകൊണ്ട് കടമെടുക്കാതെ നമുക്ക് കൈകാര്യം ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് കടമെടുക്കാതിരുന്നു. അങ്ങനെയുള്ള കാരണം കൊണ്ടാണ് പഴയ ഗവൺമെന്റ് പൊളിഞ്ഞത്. ഇപ്പോൾ പുതിയ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഫ്രീഡ്രിക് മെർസിന്, പുതിയ ചാൻസലർ ആകാൻ പോകുന്ന വ്യക്തിക്ക് മനസ്സിലായി, കയ്യിൽ കാശില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ചിന്താഗതി, അദ്ദേഹത്തിന്റെ പഴയ തീരുമാനം 100% മാറ്റി പുതിയ തീരുമാനം അദ്ദേഹമാണ് കൊണ്ടുവന്നത്. അതിന്റെ കൂടെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയും കൂടെ ചേർന്നു. പക്ഷെ ഈ പുതിയ കടം എടുക്കുന്നത് എന്ന് വെച്ചാല് ഒരു ബില്യൺ യൂറോ എന്ന് പറഞ്ഞാല് 1000 മില്യൺ യൂറോ ആണ്. അതായത് നമ്മുടെ കോടിയുടെ കണക്കിൽ പറഞ്ഞാല് 100 കോടിയാണ് 1000 മില്യൺ. അത് അപ്പോ 5000 കോടിയാണ് എടുത്തിരിക്കുന്നത്. അതായത് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി മാത്രം. അത്രയും സം തന്നെയാണ് ഈ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്, ഡിഫൻസിന് വേണ്ടിയിട്ട് ചെലവാക്കുന്നത്. അതായത് ഒരു 12.05 കഴിഞ്ഞാല് 12 കൊടുത്താലാണ് നമുക്ക് ഈ സമ്മിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ സാധിക്കും. അത് പക്ഷെ 12 വർഷം കൊണ്ട് ചെലവാക്കാനാണ് അവരുടെ പ്ലാനിങ്. പക്ഷെ അതിന് മുമ്പ് തന്നെ ഒരു പക്ഷെ അത് ചെലവാക്കാൻ അവരെ അനുവദിച്ചിട്ടുണ്ട്. അതപ്പോ എങ്ങനെ വരുമെന്നുള്ളതിനും ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം അറിയാൻ പറ്റുള്ളൂ. അതെ. പക്ഷെ ഇത് ഇത്രയും നാളും ഉണ്ടായിരുന്ന ജർമ്മൻ ബഡ്ജറ്റിൽ നിന്നും ചെലവാക്കാനിരുന്ന, നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്ന കാശ് വേറെയാണ്. ആ പണം
ഉപയോഗിക്കാതെ വേറെ ഗവൺമെന്റിന് ഇഷ്ടം പോലെയുള്ളത് ചെയ്യാൻ അനുവാദമില്ല. ഇതില് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഏതെല്ലാം ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് പുതിയ കടം ഉപയോഗിക്കാൻ പോകുന്നത്. പുതിയ കടം എടുക്കുമ്പോൾ 1000 മില്യൺ രൂപ ഇവിടുത്തെ സ്റ്റേറ്റുകൾക്ക് നൽകണം. പഞ്ചായത്തുകളിലും ഡിസ്ട്രിക്റ്റിലും ഒക്കെ ചെലവിന് വേണ്ടിയിട്ട് സ്റ്റേറ്റുകൾ വഴിയാണ് 1000 മില്യൺ ഓരോ ചെലവാക്കുന്നത്. പിന്നെ വേറെ 1000 മില്യൺ ഓരോ ക്ലൈമറ്റ് പ്രിസർവേഷന് വേണ്ടിയിട്ട് ചെലവാക്കണം. അത് ഗ്രീൻ പാർട്ടി അവരുടെ ആ ഒരു നിർദ്ദേശം ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണല്ലോ ഇത് പാസ്സായത്. അതെ. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റിന് ഇഷ്ടം പോലെ അതിൽ നിന്ന് കാശെടുത്ത് ചെലവാക്കാൻ അനുവാദമില്ല. അതിനു വേണ്ടിയിട്ട് പാർലമെന്റ് പ്രധാന എക്സ്പെൻഡിച്ചർ വരുമ്പോ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി പാർലമെന്റ് പാസ്സാക്കിയാലേ ഗവൺമെന്റിന് അത് ചെലവാക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ഗവൺമെന്റിന് മജോറിറ്റി ഉള്ളതുകൊണ്ട്, പാർലമെന്റിൽ മജോറിറ്റി ഉള്ളതുകൊണ്ട് അത്രയധികം കൺട്രോൾ ചെയ്യാൻ പറ്റുകയില്ല. അതോടൊപ്പം ഇവര് പറഞ്ഞ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ പല കമ്പനികളും പല ചെറുകിട സ്റ്റാർട്ടപ്പുകളും അല്ലെ ചെറുകിട വ്യവസായങ്ങളും ഒക്കെ തന്നെ ഇവിടെ ഇൻസോൾവെന്റ് ആയിട്ട് പോകുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ കൊല്ലം തന്നെ 2023 എടുത്താലാണ്ട് 20,000-ലധികം കമ്പനികൾ ഫ്ലൈറ്റ് ആയിപ്പോയി, അതായത് ഇൻസോൾവെന്റ് ആയിപ്പോയി. 24-ലെ കണക്കുകൾ വരുന്നതേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ തന്നെ ഇവർക്കൊക്കെ തന്നെ ഒരു ഉത്തേജനം കൊടുക്കാൻ പുതിയ ഗവൺമെന്റിന് സാമ്പത്തികമായിട്ട് സഹായിച്ചുകൊണ്ട് പറ്റുമോ? അതായത് ഈ കടം എടുത്തിട്ടുള്ള സ്ഥിതിക്ക് അവർക്കും കൂടെ പ്രയോജനപ്പെടുന്നതാണോ? അവർക്കും കൂടി അത് പ്രയോജനപ്പെടുന്നതാണ്. പലതരത്തിലുള്ള ഇൻസെന്റീവ് അവർക്ക് ഗവൺമെന്റ് നൽകാൻ തയ്യാറാകുമായിരിക്കും. ഉദാഹരണമായിട്ട് ചില കമ്പനികൾക്ക് സബ്സിഡി കൊടുത്ത് സഹായിക്കാൻ സാധിക്കും. അതുപോലെ വേറെ ചില ഇൻവെസ്റ്റ്മെന്റിന് ആവശ്യമുണ്ട്. ഏറ്റവും പ്രധാന ആവശ്യം, ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രധാന പ്രശ്നം ജർമ്മനിയിൽ എനർജിയുടെ കോസ്റ്റാണ്. ഈ ഉക്രൈൻ യുദ്ധം ഉണ്ടായതിനു ശേഷം ജർമ്മനി റഷ്യയിൽ നിന്ന് ഇപ്പോ എനർജി വാങ്ങിക്കുന്നില്ല. ഏകദേശം 70% എനർജി ജർമ്മനി റഷ്യയിൽ നിന്നും വാങ്ങിച്ചിരുന്നു, ചെലവ് കുറച്ചിട്ട്. പക്ഷെ 2022 മുതൽ ജർമ്മനി റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്നില്ല. അപ്പൊ അതിനുള്ള ആൾട്ടർനേറ്റീവ് എനർജി ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ് സോളാർ എനർജി, റീജനറേറ്റീവ് എനർജി പോലെ വിൻഡ് എനർജി, ഇതിനൊക്കെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തു. അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വരെ ഇവിടുത്തെ എനർജി കോസ്റ്റ് വളരെ കൂടി. അതുകൊണ്ടാണ് പല കമ്പനികൾക്കും ഇൻസോൾവെന്റ് ആകേണ്ടി വന്നത്. അങ്ങനെയുള്ള എനർജി കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പുതിയ ഗവൺമെന്റ് പല കാര്യങ്ങളും ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ പലതരത്തിലുള്ള ഇൻസെന്റീവ് കൊടുത്തിട്ട് ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് പ്രചോദിപ്പിക്കും. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. ഈ ജർമ്മനി ഗവൺമെന്റ് കടമെടുക്കുന്നത്, പലരും കരുതുന്നുണ്ട് ഒരു ഗവൺമെന്റ് കടമെടുക്കുന്നത് വെറുതെ ബാങ്കില് പുതിയ നോട്ട് അടിച്ച് എടുക്കുമെന്നാണ്. അതല്ല, വാസ്തവത്തിൽ ജർമ്മൻ ഗവൺമെന്റ് ബോണ്ട്, സ്റ്റാറ്റ്സ് അൻലൈൻ എന്ന് ജർമ്മൻ ഭാഷയിൽ പറയും. സർക്കാർ ബോണ്ട്, സർക്കാർ ബോണ്ടുകൾ ഇറക്കുകയാണ്, ഗവൺമെന്റ് ബോണ്ട്സ്. എന്നിട്ട് അത് ഫണ്ട് സ്വരൂപിക്കുക. അതെ. പക്ഷെ ആ ബോണ്ട്സ് വാങ്ങിക്കുന്നത് വിദേശ രാജ്യങ്ങൾക്ക് വാങ്ങിക്കാം, ജർമ്മനിയിലുള്ള ബാങ്കുകൾക്ക് വാങ്ങിക്കാം, ജർമ്മനിയിലുള്ള പ്രൈവറ്റ് വ്യക്തികൾക്ക്, ഇൻസ്റ്റിറ്റ്യൂഷൻസിനും വാങ്ങിക്കാം. പക്ഷെ അതിലെ ഒരു പ്രശ്നം, ഗവൺമെന്റ് ബോണ്ട്സ് ഇറക്കുമ്പോൾ പലിശ കൂടാൻ വഴിയുണ്ട്. പൊതുവെ പലിശ കൂടുമ്പോ അതിൽ ചില ഡിസഡ്വാൻറ്റേജ് ഉള്ളത്, ഇപ്പോ വീടൊക്കെ പണിയാനായിട്ട് കടം വാങ്ങിക്കുന്ന കൂട്ടർക്ക് ഒരുപക്ഷെ കൂടുതൽ പലിശ കൊടുക്കേണ്ടി വരും. അപ്പൊ ഈ ഇവിടെ കൺസ്ട്രക്ഷൻ സെക്ടറിൽ, ഹൗസിംഗ് സെക്ടറിലൊക്കെ സ്വല്പം കൂടെ പ്രശ്നങ്ങൾ വന്നേക്കാം. അതേസമയം സ്ട്രീറ്റ് പണിയുമ്പോൾ, അല്ലെങ്കിൽ ബ്രിഡ്ജസ് പണിയുമ്പോൾ, അല്ലെങ്കിൽ റെയിൽവേ പണിയുമ്പോൾ, അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റിൽ കൂടുതൽ ജോലിയും കൂടുതൽ വരുമാനവും
മനുഷ്യർക്ക് ലഭിക്കുമ്പോൾ അതനുസരിച്ചുള്ള ഉത്തേജനം ജർമ്മൻ എക്കണോമിക്കും ലഭിക്കും എന്നാണ് വിചാരിക്കുന്നത്. ഇത് ഈ കടം കൊണ്ട് എപ്പോഴും അഡ്വാൻറ്റേജസ് മാത്രമല്ല ഡിസഡ്വാൻറ്റേജുകളും ഉണ്ട്. അതിന്റെ മറ്റൊരു കാര്യം പറയുമ്പോൾ ഇപ്പൊ എനർജി ട്രാൻസിഷൻ അതിന്റെ പുറകിലത്തെ യുദ്ധമാണ് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കിയത്. ജർമ്മനി ആകപ്പാടെ നട്ടം തിരിഞ്ഞ് ലോകം മുഴുവൻ ഓടിയാണ് ഇപ്പം എനർജി ജർമ്മനിക്ക് വേണ്ടി സംഭരിച്ചു വെച്ചിരിക്കുന്നത്, റഷ്യ ഒഴിച്ച്. അപ്പൊ അതിന്റെ മറ്റൊരു കാര്യം കൂടെ പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ 100-ൽ താഴെ സെന്റിന് ഗ്യാസ് മേടിച്ചുകൊണ്ടിരുന്ന സമയത്ത് മുൻപ്, ഇപ്പോഴാണെങ്കിൽ അത് എനിക്ക് തോന്നുന്ന 4-ന് മേളിൽ യൂറോ കൊടുത്താണ് ഇപ്പം ജർമ്മനി ഇത് മൊത്തത്തിൽ മുന്നോട്ട് റൺ ചെയ്യുന്നത്. ഇതൊക്കെ തന്നെ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ പുതിയതായിട്ട് കൊണ്ടുവരുമ്പോൾ പൈസ നമുക്ക് അല്ലെങ്കിൽ കൺസ്യൂമർ എന്ന നിലയിൽ ഇവിടുത്തെ പൗരന്മാർക്ക് രാജ്യത്തിന്റെ അല്ലെങ്കിൽ സർക്കാരിന്റെ സഹായം കൂടിയേ തീരൂ എന്ന് പറയുമ്പോഴും ഇവര് എനർജി കമ്പനികൾ ഇപ്പോഴും ഇന്നലെ വന്ന ഒരു നമ്മുടെ ഞങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് വന്ന ഒരു ബ്രീഫിനെ പറ്റി പറയുകയാണെങ്കിൽ അതിൽ പറയുന്നുണ്ട്, നിങ്ങൾ അടുത്ത 2027-നുള്ളിൽ നിങ്ങൾ ഇന്ന ആളിനെ നിങ്ങൾ ചൂസ് ചെയ്തോണം. അപ്പൊ അതും തന്നെ നമ്മുടെ ജീവിതത്തെ കൂടുതലായിട്ട് അധികമായിട്ട് ബാധ്യത ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ അതും കൂടെ ഇതിന്റെ ചോദ്യം എന്നത് നമ്മുടെ മൊത്തത്തിലുള്ള ഹൗസ് ഹോൾട്ടും അതുപോലെ രാജ്യത്തിന്റെ ഹൗസ് ഹോൾട്ട്, ഇവിടെ GDP-യുടെ കാര്യം പറഞ്ഞു, പ്രതിശീർഷ ഇത് വളർച്ച. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ വീണ്ടും ജർമ്മനിയിലെ ജീവിതം ടു കോസ്റ്റ്ലി അല്ലേ? ജർമ്മനിയിലെ ഇൻഫ്ലേഷൻ കൂടാൻ വഴിയുണ്ട്. അതായത് പണപ്പെരുപ്പം. അതായത് ഇപ്പോ ലഭിക്കുന്ന കാശ് കൊണ്ട് ലഭിക്കുന്നതിനെ കുറവേ സാധനങ്ങൾ വാങ്ങിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതായത് ജർമ്മൻ യൂറോയുടെ വില കുറഞ്ഞുകൊണ്ടിരിക്കും ഇൻഫ്ലേഷൻ വഴി. പക്ഷെ പുതിയ ഗവൺമെന്റ് റീജനറേറ്റീവ് ഫീൽഡില് എനർജി കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ നിർബന്ധിതരാണ്. സോളാർ എനർജി അല്ലെങ്കിൽ വിൻഡ് എനർജി, അങ്ങനെയുള്ള ആൾട്ടർനേറ്റീവ് എനർജി ഫീൽഡിൽ കൂടുതൽ സബ്സിഡി നൽകി പ്രൊഡ്യൂസ് ചെയ്തിട്ട് എനർജിയുടെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനാണ് ഗവൺമെന്റ് ആലോചിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ മറ്റുള്ള ഫീൽഡിൽ ജർമ്മൻ എക്കണോമിയിൽ പല ഭാഗത്തും വളർച്ച ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടുത്തെ ഇൻകം കൂടാൻ വഴിയുണ്ട്. ആ ഇൻകം കൂടുമ്പോൾ സ്വല്പം ഇൻഫ്ലേഷൻ ഉണ്ടെങ്കിലും അതിലൊരു മനുഷ്യർക്ക് ഒരു സ്വാതന്ത്ര്യം ലഭിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അതുപോലെ വേറൊരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പം എനിക്ക് തോന്നുന്ന 6.1% ഇവിടുത്തെ തൊഴിലില്ലായ്മയുടെ കോട്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിൽ ജർമ്മനിയിൽ ജോലികളുണ്ട്, അത് നിരവധി ഒഴിവുകൾ ഉണ്ട്. അതുകൊണ്ട് ഇന്നലത്തെ ഒരു റിപ്പോർട്ട് വായിച്ചപ്പോൾ 5,20,000 പേരെ ഉടനടി ഇവിടെ ഉപയോഗിക്കേണ്ട ഒരു സ്ഥിതിയാണ് ജർമ്മനിയിൽ ഉള്ളത് തൊഴിൽ മേഖലയിൽ. പക്ഷെ എല്ലാ കമ്പനികളും, പ്രത്യേകിച്ച് ചെറുകിടക്കാരായിട്ടുള്ള കമ്പനികൾ ആരും തന്നെ ഒരാളെയും പോലും അപ്പോയിന്റ് ചെയ്യുന്നില്ല. കാരണം അവർക്ക് കാശില്ല. ഇവര് 10 വർഷത്തിലധികമായിട്ട് എക്സ്പോർട്ട് ചാമ്പ്യന്മാരായിട്ട് നിന്ന ജർമ്മനിയാണ് ഇപ്പോൾ അതിന്റെയൊക്കെ ആ പടിയും കടന്ന് താഴേക്ക് വന്ന് ഏറ്റവും ലോ ലെവലിൽ നിൽക്കുകയാണ്. അപ്പൊ ഇതൊക്കെ തന്നെ ഒന്ന് ഇംപ്രൂവ് ചെയ്യാൻ, ഇതിനൊക്കെ ഒരു ഉത്തേജനം കിട്ടാൻ ഈ വരുന്ന ഗവൺമെന്റ് അതിന് എത്ര നാൾ എടുക്കും? ഇപ്പം പറയുകയാണെങ്കിൽ ഇവരുടെ വിദഗ്ധ ആൾക്കാർക്ക് സ്കിൽഡ് ഷോർട്ടേജ് ഇവിടെ ഇഷ്ടം പോലെയുണ്ട്. ഇവർ പറയുന്നത് ഞങ്ങൾക്കിപ്പോ ആളെ വേണം, പക്ഷെ തൽക്കാലം വേണ്ട. ഇപ്പൊ നമ്മള് നാട്ടിലെ ഇവിടുന്ന് ആളുകൾ വരുന്നു, ഓപ്പർച്യൂണിറ്റി കാർഡ് പറഞ്ഞാണ്, അല്ലെങ്കിൽ ജോബ് സീക്കർ വിസ പറഞ്ഞാണ്. എല്ലാവരും തന്നെ 1 വർഷത്തെ വിസയ്ക്ക് ഇവിടെ വന്നതിന് ശേഷം ഇവർക്കാർക്കും ജോലി കിട്ടുന്നില്ല. അപ്പൊ ഇന്നലെ ഒരാളല്ല, അധികം പേര് നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഇവരൊക്കെ പറയുന്നത് നമുക്ക് ജോലി അവർക്ക് തരാമെന്ന് പറയുന്നുണ്ട്, പക്ഷെ എപ്പോൾ ഒരു ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള മറുപടിയാണ് കൊടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ തന്നെ ഈ പുതിയ ഗവൺമെന്റ് ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുമോ? കുറച്ച് പറ്റും. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തില് പല കമ്പനിക്കാരും ഷുവറല്ല അവര് എത്ര നാള് അവരുടെ ആ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള കാര്യത്തില് ഷുവറല്ല. അങ്ങനെയുള്ള അൺസെക്യൂർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ പുതിയ ആൾക്കാരെ നിയമിക്കാൻ പലരും ചഞ്ചലത കാണും. അത് ഒരു കാര്യം. രണ്ടാമത്തേത്, ഈ കമ്പനികൾ പ്രതീക്ഷിക്കുന്ന അറിവ്
ഈ ജോലി ഇല്ലാത്ത കൂട്ടർക്ക് ഇല്ല. ഉം. ധാരാളം മനുഷ്യര് ജോലി അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ അതിന്റെ ആ പ്രത്യേക കഴിവ്, അത് പഠിച്ചിട്ടുള്ള കഴിവ് പലർക്കും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇന്റർവ്യൂ ഒക്കെ ചെയ്തു വരുമ്പോ അവർ മനസ്സിലാക്കും ഞങ്ങൾക്ക് ആവശ്യമുള്ള അറിവോ കഴിവോ ഈ വ്യക്തിക്കില്ല, അപ്പൊ എടുക്കാതെ നോക്കും. പിന്നെ ജർമ്മനിയുടെ ഏറ്റവും നല്ല ഇൻഡസ്ട്രി, ജോലി നൽകിയിരുന്ന ഇൻഡസ്ട്രിയാണ് ഓട്ടോമോട്ടീവ്, കാറ് ഉണ്ടാക്കുന്ന കമ്പനികൾ. ഓട്ടോമൊബൈൽ. മെർസഡസ്, BMW, ഔദി, ഈ ഈ കമ്പനികളൊക്കെ ആയിരുന്നു ജർമ്മനിയുടെ ഏറ്റവും പ്രധാന എക്സ്പോർട്ട് വരുമാനം കൊണ്ടുവന്നിരുന്നു. ജർമ്മനിയിലെ ഓട്ടോ ഇൻഡസ്ട്രി ഒന്ന് ചുമച്ചാൽ ജർമ്മൻ മുഴുവൻ എക്കണോമിക്കും പനി പിടിക്കുമെന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ ഈ കുറെ വർഷങ്ങളായിട്ട് ഈ മൊബൈൽ ഇൻഡസ്ട്രി വളരെ വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും പുതിയ ഗവൺമെന്റ് ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലേക്ക് വേണ്ടിയിട്ട് പലതും ചെയ്ത് വീണ്ടും മുന്നോട്ട് കൊണ്ടുവരുമെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ആ ഇൻഡസ്ട്രി മുന്നോട്ട് വന്നാൽ, പ്രത്യേകിച്ച് ഇലക്ട്രോ കാറ് ഉണ്ടാക്കാനായിട്ടുള്ള ഇൻസെന്റീവ് ഒക്കെ ലഭിച്ചാൽ കൂടുതൽ ആൾക്കാർക്ക് ജോലി ലഭിക്കും, കൂടുതൽ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ വിചാരിക്കുന്നു. പക്ഷെ കോമ്പറ്റീഷൻ വളരെ വലുതാണ്. ചൈന ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ വളരെ മുന്നോട്ട് വന്നിരിക്കുന്നു. ആ കോമ്പറ്റീഷനൊക്കെ ജർമ്മനിക്ക് അതിരുകടക്കാൻ സാധിക്കുമോ എന്ന് തീർച്ചയില്ല. എങ്കിലും ഈ പുതിയ ഇൻവെസ്റ്റ്മെന്റ് വഴി പുതിയ ഒരു പുത്തൻ ഉണർവ് ജർമ്മൻ എക്കണോമിക്ക് ലഭിച്ചാൽ പല കമ്പനികളും മുന്നോട്ട് വരും. വേറെ ഒരു പ്രശ്നം ഇപ്പൊ ഉള്ളത്, ജനങ്ങൾ പോലും ഉള്ള കാശ് കൺസ്യൂം ചെയ്യുന്നില്ല. എല്ലാവരും പരിശ്രമിക്കുന്നത് ഈ ക്രൈസിസിന്റെ സമയത്ത് കൂടുതൽ സേവ് ചെയ്യണം, അധികം ചെലവാക്കരുത്. അതുകൊണ്ട് പല കടകളിലും പോയി അധികം വാങ്ങിക്കാതെ വളരെ സേവിങ് മെന്റാലിറ്റിയോട് കൂടിയാണ് കൺസ്യൂം ചെയ്യുന്നത്. അങ്ങനെയുള്ള കൺസപ്ഷൻ കുറയുമ്പോൾ പല സർവീസ് ഭാഗങ്ങളും, ഇപ്പൊ ഉദാഹരണമായിട്ട് ചില കടകളിലൊക്കെ നമ്മൾ ഇപ്പൊ ചെന്നാല് വളരെ കുറച്ച് ആൾക്കാരെ കാണാനുണ്ട്. അതായത് ഇതിൽ നിന്നും ഒരു ഉണർവ് ലഭിക്കണമെങ്കിൽ കുറച്ച് മസീവായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് പല ഭാഗങ്ങളിലും നടക്കണം. അതിന് പുതിയ ഗവൺമെന്റ് കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അവർക്ക് ഇപ്പോ ആവശ്യം പോലെ ചെലവാക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ട്. അത് ഇപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസത്തില് എനിക്ക് 2-3 പേര് നമ്മളോടൊന്ന് ചോദിച്ചു, ഇപ്പം നാട്ടിൽ നിന്ന്, അത് കേരളത്തിൽ നിന്ന് തന്നെ മലയാളികളായിട്ടുള്ള നല്ല സാമ്പത്തിക ഭദ്രതയുള്ള ആൾക്കാര് ഇവിടെ വന്ന് ഒരു ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയാൽ അവര് പല കാര്യങ്ങളും, ഒന്നിനെയും നമ്മൾ പേരെടുത്ത് പറയുന്നില്ല, പക്ഷെ ഇൻവെസ്റ്റ് ചെയ്താൽ അവർക്ക് ഈ ഒരു അവസരത്തിൽ ജർമ്മനിയിൽ പിടിച്ചു നിന്ന് മുന്നോട്ട് കയറാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യം ഈ അവസരത്തിൽ നമുക്ക് എങ്ങനെയാ അത് വിലയിരുത്താൻ പറ്റുന്നത്? അതിന്റെ ബ്രാഞ്ച് പോലെ ഇരിക്കും. ഉദാഹരണമായിട്ട് ഇൻഡോ ജർമ്മൻ ചാമ്പർ ഓഫ് കോമേഴ്സ് ബോംബെയിലുണ്ട്. അതിന്റെ ഭാഗം ഇവിടെ ഡ്യൂസൽഡോർഫിലുണ്ട്. അപ്പൊ അവർക്ക് ഇവിടുത്തെ ഈ മാർക്കറ്റിലെ ഏതെല്ലാം ജർമ്മൻ ഭാഷയിൽ പറഞ്ഞ യുകെ, എവിടെയൊക്കെയാണ് വിടവുള്ളതെന്നും ഏത് പ്രൊഡക്റ്റ് ആണ്, ഏത് സർവീസ് ആണ് കൂടുതൽ ഡിമാൻഡിങ് ഉള്ളത്, ഇതെല്ലാം കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ റിസർച്ച് നടക്കുന്നുണ്ട്. അവർക്ക് ഇതിന്റെ ഇൻഫർമേഷൻ ഒക്കെ ഉണ്ട്. ഇൻഡോ ജർമ്മൻ ചാമ്പർ ഓഫ് കോമേഴ്സ്. അത് തീർച്ചയായിട്ടും ജർമ്മനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മാർക്കറ്റാണ്. പക്ഷെ കൃത്യം ഇവിടെ ഇല്ലാത്ത, ആവശ്യമുള്ള പക്ഷെ ഇവിടെ ഇല്ലാത്ത പ്രൊഡക്റ്റ് ഏതാണെന്ന് കണ്ട് മനസ്സിലാക്കി ആ വിടവിലേക്ക് കയറി മാർക്കറ്റിംഗ് ചെയ്യാൻ ചെയ്യണം. എന്നാലേ കാര്യം. അതുപോലെ തന്നെ ഇപ്പൊ പുറത്തുനിന്ന് വരുന്ന കമ്പനികളെ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നവർ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു പോളിസി ഉണ്ട്. ഇപ്പൊ ഈ ഒരു അവസ്ഥയില് ഇവര് സപ്പോർട്ട് ചെയ്യുമോ? എനിക്ക് തോന്നുന്നത് അവര് ചെയ്യും. കാരണം അവർക്ക് ഈ മറ്റുള്ള വിദേശത്ത് നിന്നും വന്ന് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത് അവരുടെ അതനുസരിച്ചുള്ള നിയമങ്ങളും അവരുണ്ടാക്കും. അതായത് ഇവിടെ വന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ട് മുഴുവൻ ലാഭവും തിരിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഇവിടെ ടാക്സ് കൊടുക്കാതിരിക്കാനുള്ള ട്രിക്ക് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള സംഗതികൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ജർമ്മൻ ഗവൺമെന്റ് നോക്കും.
അതുപോലെ ഇപ്പം നമ്മൾ മറ്റൊരു കാര്യം കൂടി ഇതിന്റെ കൂട്ടത്തിൽ ചേർത്താൽ, വിദേശികൾക്ക് കൂടുതൽ അനുവാദം കൊടുക്കുകയില്ല എന്ന് ഇവരുടെ മാനിഫെസ്റ്റോയിൽ പറയുന്നുണ്ട്. കാരണം ഒത്തിരി ആളുകൾ മിസ്യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യം വർഷങ്ങളായിട്ട് ജർമ്മനിയിൽ നിലവിലുണ്ട്, നിയമപരമായിട്ട് തന്നെ നിലവിലുണ്ട്. പക്ഷെ ഇത് അതിന്റെ ഒരു ബൈസ്പീൽ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ബുർഗറുകളുടെ നിർത്തലാക്കുമെന്ന് ഇവർ പറഞ്ഞു. എന്നിട്ട് അതിന് പകരം പഴയ ഒരു ഹാർട്ട് സ്ഫിയർ പോലത്തെ എന്തെങ്കിലും ഒരു സംവിധാനം കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഇതൊന്നും പുതിയ നിയമത്തിൽ കൊണ്ടുവന്നിട്ടല്ല, പ്രാബല്യത്തിലാക്കിയിട്ടില്ല. പക്ഷെ ഇവരുടെ പ്രകടന പത്രികയിലെ ബാക്കി കാര്യങ്ങൾ ഇപ്പം കൊളീഷൻ പെട്രാഗില് എഗ്രിമെന്റിൽ കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. 17 ഗ്രൂപ്പുകളിലായിട്ട് ഗവൺമെന്റ് എങ്ങനെയായിരിക്കണം, ഗവൺമെന്റ് എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെയാണ് ഉത്തേജനം ഉണ്ടാക്കുന്നത്, ഇതെല്ലാം കൂടെ അവർ എഴുതി ഉണ്ടാക്കുന്ന ഒരു സമയത്ത് ഇവര് ഈ കഴിഞ്ഞ 2-3 ആഴ്ചകളിലായിട്ട് സിറിയയിൽ നിന്ന് അല്ലെങ്കിൽ അഫ്ഗാനിൽ നിന്ന് ഇവര് ചാർട്ടർ ചെയ്ത ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പൊ അതെന്ത്, ഇത് രണ്ടും തമ്മിൽ കൂട്ടി വായിക്കുമ്പോൾ ഒരു വലിയ വിരോധാഭാസമല്ലേ? കാരണം ഇവിടെ നിന്ന് ഡീപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞ് വോട്ട് പിടിച്ചയാള് അത് പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ നിലവിലെ ഗവൺമെന്റിന്റെ മുഖ്യ പങ്കാളിയായിട്ടുള്ള SPD പറഞ്ഞു, ഇല്ല, ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന് വഴങ്ങിക്കൊടുത്തിരിക്കുകയാണ് നിലവിലെ ഭാവി ചാൻസലർ. അപ്പൊ ഇതിൽ തമ്മില് ഇക്കോണമിക്ക് തന്നെ ഒരു വലിയ തട്ടുകേടല്ലേ ഇവര് ഇപ്പൊ തന്നെ പറഞ്ഞു വെക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്നും സിറിയയിൽ നിന്നും ഇങ്ങോട്ട് കൊണ്ടുവരുന്ന വ്യക്തികളെ കൊണ്ടുവരണമെന്ന് നിയമം പറഞ്ഞിട്ടാണ്. അതായത് കോർട്ട് വഴി അവിടെ ജർമ്മനിയെ നിർബന്ധിച്ചിട്ടാണ് കോർട്ട്. കാരണം ഇവിടെ നിന്ന് പോയ കൂട്ടരിൽ ചിലരെയാണ് തിരിച്ചു കൊണ്ടുവരുന്നത്. ഞാൻ കേട്ടത്, എനിക്ക് ഇതിനെപ്പറ്റി കൃത്യം അറിഞ്ഞുകൂടാ. ഏതായാലും കോalition പാർട്ടികള് ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യാണ്, നെഗോസിയേഷൻ. SPD-യും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയും ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടിയും ക്രിസ്ത്യൻ സോഷ്യൽ യൂണിയനും അവർ ഒന്നിച്ചിരുന്നാണ് പല ഗ്രൂപ്പുകളായിട്ട് ചർച്ച ചെയ്യുന്നത്. ആ ചർച്ചയില് ഇവർക്ക് ഡിസൻസ് ഉണ്ട്. അതായത് CDU ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് മൈഗ്രേഷൻ ഫീൽഡില് കൂടുതൽ സ്ട്രിക്റ്റ് ആയ കൊള്ളാം, പക്ഷെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി അവര് സ്വല്പം ലിബറൽ ആയ കൊള്ളാം എന്നുള്ള നെഗോസിയേഷൻസ് ആണ് നടക്കുന്നത്. ഇപ്പോഴത്തെ ഗവൺമെന്റ് ഇങ്ങനെ ആൾക്കാരെ കൊണ്ടുവരുന്നത്, ഞാൻ വായിച്ചത് ഏതോ ഒരു വ്യക്തിയെ, അഫ്ഗാനിസ്ഥാനിലേക്ക് പോയ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് കോർട്ട് ഓർഡർ ചെയ്തിരിക്കും. അല്ലാതെ ഇപ്പൊ സിറിയയിൽ നിന്നും പിന്നെ അഫ്ഗാനിസ്ഥാനിൽ പണ്ട് ജർമ്മൻ ആർമിയായിട്ട് ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്ന, ജർമ്മനിയെ സഹായിച്ചിരുന്ന ഏതാനും കുറച്ചു പേർക്ക് വിസ കൊടുക്കാമെന്ന് പണ്ട് അവര് പ്രോമിസ് ചെയ്തിരുന്നു. അവരിൽ ചിലരെയാണ് ഇപ്പൊ വരുന്നത്. അല്ലാതെ ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പുതിയ ആൾക്കാരെ കൊണ്ടുവരുമെന്നോ സിറിയയിൽ നിന്ന് പുതിയ ആൾക്കാരെ കൊണ്ടുവരുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയും അനുവദിക്കില്ല. അതുപോലെ തന്നെ ഇപ്പൊ ഏറ്റവും ഒടുവിലത്തെ ഇവരുടെ പാർട്ടികളുടെ ഒരു ജനപിന്തുണ, അതിന്റെ ട്രെൻഡ് നോക്കിയാൽ ഇലക്ഷന്റെ അത് 28.6 CDU CSU സഖ്യത്തിനും SPD-ക്ക് 16 4.5 അങ്ങാണ്ട് ഉണ്ട്. അതുപോലെ തന്നെ AFD-ക്ക് 20.5 അങ്ങാണ്ട്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പം ഇന്നിപ്പോ 22 ഇപ്പൊ 23-ാം തീയതി ഫെബ്രുവരി 23-ന് തെരഞ്ഞെടുപ്പ് നടന്നു. ഇപ്പം കറക്റ്റ് 30 ദിവസം ആകുമ്പോഴത്തേക്ക് ഈ AFD-ക്ക് ഉണ്ടായിരുന്ന ആ 20-ന്റെ സ്ഥാനത്ത് ഇപ്പോൾ 22.1% അവരുടെ ജനപിന്തുണ കൂടിയിരിക്കുന്നത്. അപ്പം പുതിയ ഗവൺമെന്റ് അധികാരത്തിലോട്ട് വന്നിട്ടുമില്ല, ഇവിടെ ഒട്ട് പഴയ ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നുമില്ല എന്നുള്ള ഒരു സമയത്താണ് AFD-യുടെ ആ ഒരു പുതിയ മുന്നേറ്റം. അപ്പൊ അത് ഈ വരും ഗവൺമെന്റിന് അതെങ്ങനെയാണ് ഇവരുടെ മുന്നിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്? വരും ഗവൺമെന്റിന് AFD എന്റെ അഭിപ്രായത്തില് അവർക്ക് 22 ഉണ്ടായാലും 20 ഉണ്ടായാലും ഒരു അത്രയധികം ഓവർകം ചെയ്യാൻ പറ്റാത്ത ചലഞ്ച് ഉണ്ടാക്കുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ കാരണം ഈ മറ്റേ ഗവൺമെന്റിന്റെ ആവശ്യമുള്ള മജോറിറ്റി ഉണ്ട്. അതുണ്ട്. പക്ഷേ ഇവര് പറയുന്ന ഈ AFD-യും ലെഫ്റ്റും കൂടിയാണ് 25% കൂടുതൽ വോട്ടിംഗ് ശതമാനം പാർലമെന്റിലുള്ള പാർട്ടികൾ ഒന്നിച്ചു കൂടിയാൽ
പല നിയമങ്ങളും പാസ്സാക്കാനായിട്ട് പുതിയ ഗവൺമെന്റിന് സാധിക്കുകയില്ല. ആ. അതായത് അവർക്കൊരു മൈനോറിറ്റി പവർ ഉണ്ട്. 25% കൂടുതൽ പാർലമെന്റ് സീറ്റ് ഉള്ള പാർട്ടികൾ ഒന്നിച്ചു വന്നാൽ ഇപ്പോ പുതിയ മറ്റേ ജഡ്ജിയെ തീരുമാനിക്കാനോ, അതെ, ഔഷൂസ് എന്ന് പറയാനല്ലേ. അതുപോലെയുള്ള പല പാർലമെന്റേറിയൻ കമ്മിറ്റികൾ, സബ് കമ്മിറ്റികളൊക്കെ ഉണ്ടാക്കാനായിട്ട് IFTക്കും കൂടുതൽ കഴിവുണ്ട്. അവർക്ക് ഇൻഫ്ലുവൻസ് കിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിച്ചിട്ട് ഭരണത്തില്, എക്സിക്യൂഷനിൽ, സാധാരണ എക്സിക്യൂഷനിൽ കൈ കടത്താനായിട്ട് IFTക്ക് ഇപ്പൊ പറ്റുകയില്ല. പക്ഷെ അവരിങ്ങനെ വളർന്നു വന്നാൽ വരാൻ പോകുന്ന പല സ്റ്റേറ്റ് പാർലമെന്റുകളിലും അവർക്ക് മജോറിറ്റി കിട്ടാം. അപ്പൊ അവർക്ക് ഗവൺമെന്റ് ഉണ്ടാകും. അവരങ്ങനെ ഗവൺമെന്റ് ഉണ്ടാക്കിയാൽ ഈ ജർമ്മനിയിലെ സിസ്റ്റം അനുസരിച്ച് ബൂണ്ടസ്റാറ്റില്, അതായത് രാജ്യസഭയില് അവർക്ക് കൂടുതൽ ഇൻഫ്ലുവൻസ് വരും. പല ജർമ്മൻ നിയമങ്ങളും അവസാനമായിട്ട് അംഗീകരിക്കപ്പെടണമെങ്കിൽ പാർലമെന്റിൽ പാസ്സാകുന്ന പല നിയമങ്ങളും സഭയിൽ പാസ്സാക്കപ്പെടണം. ആ രാജ്യസഭയിൽ പാസ്സാക്കുവാൻ IFT സമ്മതിച്ചില്ലെങ്കിൽ ചില നിയമങ്ങൾ കൊണ്ടുവരാൻ സാധിക്കില്ല. അങ്ങനെയൊക്കെയുള്ള ഇൻഫ്ലുവൻസ് IFTക്ക് കൂടും. ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം പറഞ്ഞ സംസ്ഥാനങ്ങൾ പറഞ്ഞാൽ ട്യൂരിങ്ങനില് 35.0%, സാക്സണിൽ 36.0% നിൽക്കുന്നത്. അതാണിപ്പോ ഏറ്റവും. പിന്നെ ബ്രാൻഡൻബർഗിൽ 29%. മറ്റുള്ളതിലെല്ലാം സാക്സൺ അൻഹാൽട്ടിൽ 31 ഉണ്ട്. പിന്നുള്ളത് എല്ലാം തന്നെ 20 താഴെയാ. അപ്പം ഇപ്പൊ ഹെസനിലാണെങ്കിലും 16 അതൊക്കെ മുന്നോട്ട് വരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ അടുത്ത നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ നിർണയിക്കാവുന്ന രീതിയിൽ ഇവരുടെ വളർച്ചയും ഇവരുടെ ആ ഒരു വോട്ടിംഗ് നിലയും മാറ്റിയെടുക്കാനുള്ള ഒരു സാഹചര്യം ഇവരുണ്ടാക്കുന്നില്ല. പക്ഷേ രാജ്യത്ത് അത് നിലവിൽ വരുന്നുണ്ട്. അതാണ് സംജാതമായി വരുന്നുണ്ട്. അതിലാണ് AFDയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയും. അവരുടെ ശബ്ദം മുഴങ്ങാതെ തന്നെ അവർക്ക് ജനകീയത കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ് ഇപ്പോൾ ജർമ്മനിയിൽ. ഇതിലെ അവരുടെ വളർച്ച പ്രധാനമായിട്ട് ഈസ്റ്റ് ജർമ്മനിയിലാണ് IFDയുടെ. ഇത് പുതിയ ഗവൺമെന്റ് ഒരുപക്ഷെ പരിശ്രമിക്കും ഈസ്റ്റ് ജർമ്മനിയില് മനുഷ്യർക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് അവരെ ഒന്ന് പ്ലീസ് ചെയ്യിപ്പിക്കാൻ, സമാധാനിപ്പിക്കാൻ. അവർക്ക് ചില കാര്യങ്ങളിൽ അംഗീകാരം ലഭിക്കുകയാണ്, പല സപ്പോർട്ടും ലഭിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവിടുത്തെ ജനങ്ങളുടെ IFDയോടുള്ള ചായ്വ് കുറയാൻ വഴിയുണ്ട്. അതായത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം IFDക്ക് വേണ്ടിയിട്ട് പ്രോഗ്രസ് ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട. കുറച്ചൊക്കെ വെസ്റ്റ് ജർമ്മനിയില് പണ്ട് ഗവൺമെന്റ് ചെയ്തിരുന്ന പോലെ ഈസ്റ്റ് ജർമ്മനിയിലെ വ്യക്തികൾക്കും കൂടി ചെയ്യുകയും അവരെ കൂടുതൽ ഈക്വാലിറ്റിയോട് കൂടി സ്വീകരിക്കുകയും ചെയ്താൽ ഇവിടെ ഇപ്പോഴും ജർമ്മനിയിൽ ഒരു ഗ്യാപ്പുണ്ട്. വെസ്റ്റ് ജർമ്മനിയാണ് ഈസ്റ്റ് ജർമ്മനിയെ കൂടുതൽ ഭരിക്കുന്നതും. അവിടുത്തെ പണ്ടത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ എപ്പോഴും ചീത്ത പറഞ്ഞ് അവിടുത്തെ ജനങ്ങളെ കളിപ്പിക്കുന്ന ഒരു രീതി വെസ്റ്റ് ജർമ്മനിയിലെ പലർക്കും ഉണ്ട്. അതുകൊണ്ട് കൂടിയാണ് കുറച്ചൊക്കെ അവര് ഒരു എക്സ്ട്രീം പാർട്ടിയുടെ കൂടെ ഒന്നിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ നിന്നും അവരെ ഫ്രീ ആക്കണം. അതിനുവേണ്ടിയിട്ട് ഇപ്പോഴത്തെ പുതിയ ഗവൺമെന്റ് കൂടുതൽ അവരെ ഗൗനിക്കണം, അവഗണിക്കരുത്. അതിപ്പോഴും ഉണ്ടല്ലോ. നമ്മുടെ പെൻഷൻ 6 മാസത്തിലൊരിക്കൽ പെൻഷന്റെ തുക അല്ലെങ്കിൽ ആ ഒരു പെർസെന്റേജ് കൂട്ടിക്കൊടുക്കുമ്പോൾ പശ്ചിമ ജർമ്മനിക്ക് എപ്പോഴും കുറവും പൂർവ്വ ജർമ്മനിക്ക് കൂടുതലുമായിട്ടാണല്ലോ നിൽക്കുന്നത്. ആ ഒരു വേരിയേഷൻ എപ്പോഴും ഉണ്ട്. ആ ഈക്വലൈസേഷൻ ഈ വർഷത്തോടു കൂടി വന്നു. അതായത് ഈസ്റ്റ് ജർമ്മൻകാർക്ക് സ്വല്പം കൂടുതൽ കൊടുത്ത് ഇപ്പൊ വെസ്റ്റ് ജർമ്മനിക്ക് കിട്ടുന്നതും ഈസ്റ്റ് ജർമ്മനിക്ക് കിട്ടുന്നതും ഏകദേശം ഈക്വലായി. അപ്പൊ അതേ തരത്തിൽ പുതിയ ഗവൺമെന്റ് പ്രവർത്തിക്കും എന്നാണ് കരുതുന്നത്, അല്ലേ? എന്റെ ആഗ്രഹം അതാണ്. അതെ. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്. ഇപ്പം ജർമ്മനിക്ക് ആകപ്പാടെ റിസഷനും മറ്റു
ക്രൈസിസും ആണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇവരുടെ യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ 5 തവണ അവർ പലിശ നിരക്ക് കുറച്ചു. അതുപോലെ തന്നെ വേൾഡ് ബാങ്ക് തന്നെ ഇവരുടെ പ്രവചനം, അതായത് വളർച്ചാ പ്രവചനം കുറച്ചു. ഇനി 2026 ശേഷം എന്തെങ്കിലും ഉണ്ടാകുമെന്നുള്ള, പുതിയതായിട്ട് എന്തെങ്കിലും മെച്ചം ഉണ്ടാവുള്ളൂ എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ആ ഒരു സ്ഥിതിയിൽ ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ മുമ്പേ പറഞ്ഞ ഓപ്പർച്യൂണിറ്റി കാർഡ്, അല്ലെങ്കിൽ ഇവിടുത്തെ തൊഴിൽ മേഖലയിലേക്ക്, അതുപോലെ ലേബർ മാർക്കറ്റിലെ ഷോർട്ടേജ് നികത്താനായിട്ട് നമ്മുടെ മലയാളികൾ ഇങ്ങോട്ട് ധാരാളമായിട്ട് കുടിയേറുമ്പോൾ, നഴ്സിംഗ് മേഖലയല്ല മറ്റു മേഖലകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നഴ്സിംഗ് മേഖല എവിടെ ചെന്നാലും ഭാഷ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ജോലി കിട്ടുമെന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഭാഷ പഠിച്ചിട്ട് വരാത്തത് കൊണ്ട് ഇവിടുന്ന് പലരും തന്നെ പ്രശ്നക്കാരായിട്ട് മാറുന്ന ഒരവസ്ഥയുണ്ട്. ഹൗസ് ബിൽഡിങ്ങിലും ആ ഒരു ഭാഷാ പ്രശ്നം കൊണ്ട് പലരെയും തിരിച്ചു വിടുന്ന സംഭവങ്ങൾ എനിക്ക് നേരിട്ടറിയാം. അപ്പൊ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മറ്റുള്ള മേഖലകൾ. ഏതാണ്ട് 70-ലധികം ജോബ്, അതായത് തസ്തികകളിലേക്ക് ഇവിടെ ആൾക്കാരെ ഇവര് ഇപ്പോൾ തന്നെ ഞാൻ മുമ്പ് സൂചിപ്പിച്ച 5,20,000 പേരോളം ഒഴിഞ്ഞു കിടപ്പുണ്ടെന്ന് പറയുമ്പോൾ, നമ്മുടെ മലയാളികൾക്ക് ഈ ഒരു അവസ്ഥയിൽ ജർമ്മനിയിലേക്ക് വന്നാൽ എത്രമാത്രം അത് ഫലപ്രദമായിട്ട് ജോലി കിട്ടാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു കാര്യം ഒന്ന് പറയാം. എന്റെ അഭിപ്രായത്തിൽ ഈ നഴ്സിംഗ് മാത്രമല്ല, വൊക്കേഷണൽ ട്രെയിനിങ് പല ഫീൽഡുകളിലും ആൾക്കാരെ ഇവിടെ കിട്ടുന്നില്ല, വൊക്കേഷണൽ യുവജനങ്ങള്. അപ്പോ അങ്ങനെ നന്നായിട്ട് ജർമ്മനൊക്കെ പഠിച്ച് ഇവിടെ വീസ കിട്ടാൻ സ്വല്പം എളുപ്പമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇവിടെ ലഭിക്കുകയാണെങ്കിൽ, നല്ല ഭാഷയുണ്ടെങ്കിൽ, ഇവിടുത്തുകാരോട് ഒന്നിച്ച് കൂടി പ്രവർത്തിക്കാൻ നല്ല മെന്റാലിറ്റി, സന്നദ്ധത ഉണ്ടെങ്കിൽ ഇവിടെ ചാൻസ് ഇപ്പോഴും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാൻ ഇതിനെപ്പറ്റി മാർക്കറ്റിംഗ് ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നവരുടെ അഭിപ്രായങ്ങള്, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യിക്കാനുള്ള ഏതെങ്കിലും സ്ട്രക്ചർ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഷെയറിങ് വഴിയാണ് ഇതിൽ കൂടുതൽ അവിടെയുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതേ തരത്തിൽ നമ്മുടെ ആൾക്കാർ ശ്രമിച്ചാൽ അത് വൻ വിജയമാകും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്, അല്ലെ? പിന്നെ വേറെ ഒരു കാര്യമുണ്ട്. ഈ ജർമ്മൻ ഗവൺമെന്റ് കടം എടുക്കുന്നതോട് കൂടി യൂറോപ്യൻ യൂണിയനും ഈ ക്രൈസിസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളം കടം എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്, ഡിഫൻസിന് വേണ്ടിയിട്ട്. ജർമ്മൻ ഡിഫൻസിന്റെ ചെലവ് കൂടുന്തോറും യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ ഒന്നിച്ച് ഡിഫൻസിന് വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ട് കടമെടുത്ത് ചെലവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യൂറോപ്യൻ മാർക്കറ്റില് പല രാജ്യങ്ങളും ജർമ്മനിയോട് കൂടി തന്നെ കടം എടുക്കുമ്പോൾ പലിശ ഒന്നുകൂടി കൂടാൻ വഴിയുണ്ട്. ഈ തീരുമാനങ്ങളെല്ലാം ഈ ദിവസങ്ങളിലാണ് നടക്കുന്നത്. അതിന്റെ പ്രധാന കാരണം അമേരിക്ക, US ഇത്രയും നാളും നാറ്റോയിൽ ചെലവാക്കിയതുപോലെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സഹായം കൊടുത്തതുപോലെ പുതിയ അമേരിക്കൻ ഗവൺമെന്റ് ചെയ്യാൻ പോകുന്നില്ല. അമേരിക്ക കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് യൂറോപ്പിലേക്കല്ല, പ്രത്യുത മിക്കവാറും ഏഷ്യൻ രാജ്യങ്ങളിലേക്കും പ്രത്യേകിച്ച് ഈ ചൈനയ്ക്കെതിരായിട്ടുള്ള പോളിസി ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അമേരിക്കയുടെ സെക്യൂരിറ്റി ലഭിക്കാത്തത് കൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നിച്ചു ചേർന്ന് അവര് ഇവിടുത്തെ ഡിഫൻസ് കൂട്ടുകയാണ്. അതോടുകൂടി ഈ ഡിഫൻസിലെ ചെലവുകൾ വളരെയധികം കൂടും. അതിൽ ജർമ്മനിക്ക് ആയിരിക്കുമോ മുഖ്യ പങ്ക്? മിക്കവാറും ജർമ്മനിയാണ് ഈ യൂറോപ്യൻ യൂണിയനിലെ പ്രധാന ശക്തി, സാമ്പത്തിക ശക്തി. അതനുസരിച്ച് ജർമ്മനി അതിലെ ഒരു മേജർ റോള് വഹിക്കുകയും അതിനു വേണ്ടിയിട്ട് കൂടുതൽ പണം ചെലവാക്കുകയും ചെയ്യും. ഇപ്പൊ ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മുടെ ചർച്ചയ്ക്കകത്ത്. അതായത് ജർമ്മൻ തെരഞ്ഞെടുപ്പിൽ കൈകടത്താനായിട്ട് ട്രംപിന്റെ കൂട്ടാളിയായിട്ടുള്ള നമ്മുടെ മസ്കും കൂടെ ചേർന്ന് അവര് ഓപ്പൺലി പ്രൊപ്പഗാൻഡ ഉയർത്തിയ ഒരു സാഹചര്യം ഉണ്ടായി. AfDക്ക് പിന്തുണയും സാമ്പത്തിക ശക്തിയും അദ്ദേഹത്തിന്റെ ടെക്നിക്കൽ വശങ്ങൾ മുഴുവൻ കൊടുത്താണ് ഈ തെരഞ്ഞെടുപ്പ് അതിജീവിച്ചത്. എങ്കിൽ പോലും അവർ 20.5 പിടിച്ചുള്ളൂ, അല്ലെ 6 പിടിച്ചുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ നിലവിൽ ട്രംപിന്റെ പല കാര്യങ്ങളും യൂറോപ്പിന്റെ ആ ഒരു കൺസെപ്റ്റിന് എതിരാണ്. അതുപോലെ തന്നെ അത് പ്രത്യേകിച്ച് ജർമ്മനിക്കും അതിന്റെ ശരിക്കുള്ള അടി കിട്ടിയിട്ടുണ്ട്. എക്സ്പോർട്ടിന്റെ കാര്യത്തിലുള്ള നികുതി തീരെ
തീരുവയും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ. ഇനിയിപ്പം ഇങ്ങനെ ഒരു ക്രൈസിസ് നിൽക്കുമ്പോൾ ട്രംപിന്റെ പുതിയ വ്യാപാര യുദ്ധമായാലും അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്കൊക്കെ ആയാലും പലതിനും ജർമ്മനിക്ക് അമേരിക്കയെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ ജർമ്മനിക്ക് അത് എത്രമാത്രം പിടിച്ചു നിൽക്കാനാവും? ജർമ്മനി അമേരിക്കയോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് മുന്നോട്ട് പോകും. അത് ചരിത്രപരമായിട്ട് തന്നെ ജർമ്മനിയുടെ ഒരു പോളിസി അതാണ്. പക്ഷെ വ്യാപാര കാര്യത്തില് ജർമ്മനിയെ യൂറോപ്പിനോടാണ് മറ്റേ ട്രംപ് 25% തിരുവ അല്ലെങ്കിൽ ഉണ്ടാക്കിയിരിക്കുന്നു. പക്ഷെ യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളെ ഒന്നിച്ച് അതുപോലെ തന്നെ തിരിച്ച് കസ്റ്റംസ് പിടിക്കാനായിട്ട് അമേരിക്കയിൽ നിന്നും പിടിക്കാനായിട്ടും തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവര് നെഗോസിയേഷൻസ് നടത്തിയിട്ട് മിക്കവാറും ഒരു കോംപ്രമൈസ് അമേരിക്ക ചെയ്യാൻ തയ്യാറാണ്. ഏതായാലും ഒരു കാര്യം തീർച്ചയാണ്, അമേരിക്കയിൽ നിന്നും യൂറോപ്പിനും ജർമ്മനിക്കും ഒക്കെ ലഭിച്ചിരുന്ന സെക്യൂരിറ്റി ഇനി ലഭിക്കുകയില്ല എന്നുള്ള ഒരു ബേസിസിലാണ് ഇവര് പുതിയ ഡിഫൻസിന് വേണ്ടിയിട്ട് ആലോചിക്കുന്നതും പുതിയ എക്കണോമിക് എഗ്രിമെന്റുകൾ മറ്റു രാജ്യങ്ങളായിട്ട് ചെയ്യുന്നതും. ഉദാഹരണമായിട്ട് കാനഡയും യൂറോപ്യൻ രാജ്യങ്ങളായിട്ട് ഒരു വലിയ എഗ്രിമെന്റ് വ്യാപാര കോപ്പറേഷന് വേണ്ടിയിട്ട് ഒപ്പിട്ടിട്ടുണ്ട്. അതൊരു വലിയ സഹായമായിരിക്കും യൂറോപ്പിന്. അതുപോലെ തന്നെ യൂറോപ്പിലെ അല്ലെങ്കിൽ ഒരു മിലിറ്ററി ബേസ് ആണല്ലോ ജർമ്മനിയിലെ റാംസ്റ്റൈൻ എന്ന് പറയുന്ന. അപ്പൊ അവിടുന്ന് 4500ഓളം അമേരിക്കൻ പട്ടാളക്കാർ ഇവിടെ ഉണ്ട്. അതിലുപരി 11,000 മൊത്തത്തിൽ കിടക്കുന്നത്. പക്ഷെ അത് പാർഷ്യലായിട്ട് മെയിനായിട്ടുള്ളത് അമേരിക്കൻ പട്ടാളം. അപ്പൊ ഇവരെ കംപ്ലീറ്റ് പിൻവലിച്ച് ആ സ്റ്റേഷൻ തന്നെ ക്ലോസ് ചെയ്യുമെന്നാണോ പറയുന്നത്? അത് ക്ലോസ് ചെയ്യാൻ നോക്കിയാലും അവിടെ ഈ അമേരിക്കക്കാരുടെ ആറ്റം ബോംബ് കിടപ്പുണ്ടെന്നാണ് പറയുന്നത്. അതെ, സൂക്ഷിക്കുന്നു. അതായത് അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ പോകാൻ സാധിക്കുകയില്ല. പക്ഷെ സാവധാനം അത് അവരുടെ ഇൻഫ്ലുവൻസ് അവിടെ കുറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ അങ്ങനെയുള്ള എഫക്റ്റ് ഒക്കെ ഉണ്ടാകും. അത് ജർമ്മനിക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. ജർമ്മനിയിൽ തന്നെ ചിലരുണ്ട് അമേരിക്കക്കാർ അവിടെ നിന്ന് മുഴുവനും പോകണം, ആറ്റം ബോംബും തിരിച്ചു കൊണ്ടുപോകണം ഒരു കൂട്ടര്. പക്ഷെ വേറെ കൂട്ടർ പറയുന്നു അവരുടെ സാന്നിധ്യം നമുക്ക് ആവശ്യമാണ്. ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് യൂറോപ്പില് 2 രാജ്യങ്ങൾക്കാണ് ആറ്റം ബോംബ് ഉള്ളത്. ഒന്ന് ഗ്രേറ്റ് ബ്രിട്ടൻ, ഒന്ന് ഫ്രാൻസ്. ഫ്രാൻസിലെ പ്രസിഡന്റ് ഇപ്പൊ തന്നെ സമ്മതിച്ചിട്ടുണ്ട് യൂറോപ്പിന് വേണ്ടിയിട്ട് ഫ്രാൻസിന്റെ ആറ്റോം ശക്തിയുടെ ഒരു കൊടപിടിക്കൽ പാറ്റേണേജ് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതനുസരിച്ച് ഫ്രാൻസിനെ മറ്റു രാജ്യങ്ങള് റെസ്പെക്ട് ചെയ്യണം, അവരെ സഹായിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ വ്യാപാരത്തിൽ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, യൂറോപ്പും ഇന്ത്യയുമായിട്ട് ഒരു വ്യാപാര കരാർ ഇപ്പോ ഒപ്പുവെക്കുന്നുണ്ട്. അതും ഇന്ത്യക്കും ഗുണമാകും, യൂറോപ്പിനും ഗുണമാകും. അതുപോലെ ഈ മാക്രോ പറഞ്ഞ രീതിക്ക് ജർമ്മനി സ്വന്തമായിട്ടൊരു വെപ്പൺ, അതായത് ആറ്റം വെപ്പൺ ഉണ്ടാക്കുമോ എന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ലെ ഉണ്ടാക്കാൻ ശ്രമിക്കുമോ? ഇല്ലില്ല, അത് അവര് പണ്ടേ മുതലേ വേണ്ടാന്ന് വെച്ചിരിക്കുന്നതാണ്, മനസ്സറിഞ്ഞ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഈ 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ട് അവർ അതിനെപ്പറ്റി ഒരുപാട് ഇവിടെ ചർച്ച ചെയ്തിരുന്നു. പക്ഷെ അത് നമ്മുടെ മോറലിന് ശരിയാകില്ല എന്നുള്ള രീതിയിൽ അവര് അബ്സല്യൂട്ടായിട്ട് വേണ്ടെന്ന് വെച്ചിരിക്കുന്നതാണ്. പക്ഷെ ആർക്കറിയാം, ഇപ്പോ IFTക്കൊക്കെ കൂടുതൽ പവറൊക്കെ കിട്ടി വേറെ പല ശക്തികളും ഒന്നിച്ചു വരുമ്പോ നമുക്കൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. ഈ കടം ഒരിക്കലും എടുക്കരുത്, കൂട്ടരുത്, യാതൊരു വിധത്തിലും ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്ന മേർസാണ് ഈ ഇലക്ഷൻ കഴിഞ്ഞ് ഒരാഴ്ച കൊണ്ട് മലക്കം മറിഞ്ഞു. 180 ഡിഗ്രി അല്ല അതിൽ കൂടുതൽ. അപ്പോ ഇങ്ങനെയൊക്കെ പറയുമ്പോ നമുക്ക് ഒരിക്കലും തീർച്ചയാക്കാൻ പറ്റില്ല ഇനി അവർ ആറ്റം ബോംബ് ഉണ്ടാക്കുമോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ ഇവിടുത്തെ ജനങ്ങള് എനിക്ക് തോന്നുന്നില്ല ആറ്റം ബോംബ് അക്സെപ്റ്റ് ചെയ്യും. ഇനിയിപ്പോ ആറ്റം ബോംബ് ഉണ്ടാക്കണമെങ്കിൽ അതിനൊരു റഫറൻഡം, ഒരു ജനഹിതം നോക്കേണ്ട കാര്യം ഉണ്ടോ ജർമ്മനിക്ക്? ഭരണഘടന അങ്ങനെയാണോ അനുശാസിക്കുന്നത്? ഭരണഘടനയില് അങ്ങനെ അതിനുവേണ്ടി ഒന്നും ഇവിടെ ജർമ്മനിയിൽ ജനഹിതം അന്വേഷിക്കുന്ന രീതി വളരെ കുറവാണ്.
സ്വിറ്റ്സർലൻഡിലെ പോലെയൊന്നും അതെ അതെ പ്രധാന കാര്യങ്ങൾക്ക് ജനഹിതം നോക്കുന്നില്ല. പാർലമെന്റ് സിസ്റ്റം തന്നെയാണ് അതെ. ഇവിടുത്തെ. ഇപ്പൊ ജർമ്മൻ പാർലമെന്റ് തീരുമാനിക്കുകയാണ് 2/3 മജോറിറ്റിയിൽ തീരുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജർമ്മനിക്ക് മാറ്റം ഉണ്ടാക്കും. പക്ഷെ അത് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് അതായിരിക്കും നല്ലത്. കാരണം മത്സരം കുറഞ്ഞിരിക്കും. ആറ്റം ബോംബ് ഉള്ളത് ഒരിക്കലും ഗുണമില്ല. ഇങ്ങനെയുള്ള ആറ്റം ബോംബൊക്കെ ഉള്ളവരിൽ ആകപ്പാടെ എത്രയേ ഉള്ളൂ, ആദ്യം നശിക്കുന്നത് ആരാണെന്നേ ഉള്ളൂ. രണ്ടു വശം നശിക്കുമെന്നുള്ളത് 100% തീർച്ചയായും. ആദ്യം ഇടുന്നവൻ മറ്റവനെ നശിപ്പിക്കും, പക്ഷെ അതിന്റെ ഇടയ്ക്ക് മറ്റവൻ ഇവിടെ ഇടും. അല്ലാതെ ഈ ആറ്റം ബോംബ് കൊണ്ടൊന്നും യാതൊരു രക്ഷയില്ല. പിന്നെ എന്താ, ആറ്റം ബോംബ് ഉണ്ടായാല് മറ്റുള്ള രാജ്യങ്ങൾ റെസ്പെക്ട് ചെയ്യും. ഒരു ഭയം, ഒരു ചെറിയ പേടി. ഞാനൊരു പവറാണെന്നുള്ള, അതാണല്ലോ ഇപ്പൊ നോർത്ത് കൊറിയൻ പ്രസിഡന്റ് എപ്പോഴും പറയുന്നത്, ഞങ്ങള് വൻകിട ശക്തിയാണ്. എനിക്ക് തോന്നുന്നത് നമ്മള് ക്രൈസിസിന്റെ എല്ലാ ഭാഗങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇനിയും കൺക്ലൂഷനായിട്ട് പറയുമ്പോൾ ഈ ക്രൈസിസ്, ഈ ഒരു പീരിയോഡ്, അതായത് 4 വർഷമാണല്ലോ ഇവിടുത്തെ പാർലമെന്റിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. അപ്പൊ അതിനോടകം പുതിയ ഗവൺമെന്റ് 4 വർഷം കൊണ്ട് തന്നെ ഇതെല്ലാം ഓവർകം ചെയ്ത് പഴയ ജർമ്മനി, അതിന്റെ ആ ഒരു എന്നാ പറയുന്ന, ജർമ്മനി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ആകർഷണം, ഒരു പ്രത്യേക വിശേഷണമുള്ള ഒരു രാജ്യമാണ്. അപ്പൊ അതിലേക്ക് കടന്നു വരുമോ, അതിലെ ആ പഴയ പ്രതാപത്തോടു കൂടി തലയുയർത്തി ലോകത്തിന്റെ മുന്നിൽ സാമ്പത്തികമായിട്ട് 4ാം ശക്തിയായിട്ട് വരുമോ? പഴയ പേര് ഇല്ലെങ്കിലും ജർമ്മനി എപ്പോഴും ഒരു വലിയ ശക്തിയായിട്ട് നിലനിൽക്കും. ജർമ്മനിയുടെ എക്കണോമി വീണ്ടും ഉണരും എന്നുള്ളത് തീർച്ചയാണ്. പിന്നെ ഈ പുതിയ ഗവൺമെന്റ് ആയാലും 4 വർഷം കഴിയുമ്പോൾ പുതിയ ഇലക്ഷൻ വരും. ഇപ്പൊ തന്നെ എടുത്തിരിക്കുന്ന കടം അടുത്ത 12 വർഷത്തേക്ക് ചെലവാക്കാനാണ്. അപ്പോ ഈ 4 വർഷം കൊണ്ട് ഈ കടം മുഴുവനും ചെലവാക്കി തീർക്കുകയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ പുതിയ ഗവൺമെന്റുകൾ വന്നാലും ഏതായാലും ഇപ്പോ എടുത്തിരിക്കുന്ന തീരുമാനം ജർമ്മനിയെ മുന്നോട്ട് കൊണ്ടുപോകാനാണ്. അത് സഹായിക്കും. ഇങ്ങനെയുള്ള ഒരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ വളരെ വളരെ മോശമായേനെ. പിന്നെ ഇവിടുത്തെ ഒരു ഏറ്റവും വലിയ ആവശ്യമുള്ളത് ഇവിടുത്തെ ബ്യൂറോക്രസി കുറയ്ക്കണം. അഡ്മിനിസ്ട്രേഷനിൽ കൂടുതൽ ഡിജിറ്റൽ പ്രോഗ്രസ് വേണം. പല ആവശ്യമില്ലാത്ത നിയമങ്ങൾ എടുത്തു കളയണം. ഇങ്ങനെയുള്ള പല റിഫോംസും വന്നാല്, ഈ സ്ട്രക്ചറൽ ചേഞ്ചുകൾ വന്നാല് ജർമ്മൻ എക്കണോമി വിജയിക്കുകയുള്ളൂ. ഇവിടെ കുറെ വർഷങ്ങളായിട്ട് ഇവിടുത്തെ ഗവർണൻസ് വളരെ വളരെ മോശമായിരുന്നു. അത് ബെറ്ററാക്കാനുള്ള പല റിഫോംസും വരുത്തേണ്ടിയിരിക്കും. ഒടുവില് ഡിജിറ്റൽ ജർമ്മനി എന്നുള്ള ഒരു ആശയം തന്നെ മുന്നോട്ട് വന്നിട്ട് ഇപ്പോഴത്തെ ഗവൺമെന്റിലെ എനിക്ക് വന്ന ഡിജിറ്റൽ മന്ത്രി ഓൾക്കർ വിസ്മാൻ എന്ന് തോന്നുന്നു, അദ്ദേഹം അത് മുന്നോട്ട് തന്നെ അത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീടുള്ളത് ഈ പറഞ്ഞ പേപ്പർ വർക്കുകളാണ്. അതായത് അഡ്മിനിസ്ട്രേഷൻ പ്രധാനമായിട്ട് ഇവിടെ ഒരു വീട് പണിയണമെങ്കിൽ, ഒരു കെട്ടിടം പണിയണമെങ്കിൽ അതിനൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളാണ്. അതിനുള്ള അനുവാദം ലഭിക്കണമെങ്കിൽ തന്നെ ഒരുപാട് ഒത്തിരി നടക്കണം. നമ്മൾ നടന്നിട്ടുള്ള ഒരാള്. അതെ, ഈ ഇന്ത്യയിലെ സ്ഥിതി ഇവിടെ ചില ഫീൽഡിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെ, അതുപോലെ തന്നെ ഇപ്പം ഒരു വിസ, ജർമ്മനിലേക്ക് ഒരു വിസ പ്രോസസ്സിംഗ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫാമിലി റീയൂണിയൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ, അതുപോലെ സ്റ്റുഡന്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ, അങ്ങനെ എന്തും ആയിക്കോട്ടെ, ഹൗസ് ബില്ലിങ്ങിന് ആയിക്കോട്ടെ, ഇതിനെല്ലാം തന്നെ ഒരു വലിയ കടമ്പയാണ് ഇവരുടെ പേപ്പർ വർക്ക്, പപ്പിയക്രാം എന്ന് പറയുന്നത്. അപ്പൊ അതിനെല്ലാം ഒരു മാറ്റം വരുത്തുന്ന ഒരു പല രാജ്യങ്ങൾ, ഇപ്പൊ ഇന്ത്യയിൽ പോയി, കേരളത്തിൽ പോയിട്ട് നമ്മുടെ ഇവിടുത്തെ തൊഴിൽ മന്ത്രി ഹൂബർട്ട് ഹൈല കോഴിക്കോട്ടിൽ നിന്ന് പ്രസംഗിച്ച കാര്യം ഞാൻ കേട്ടതാ. അപ്പം ഇതിലൊക്കെ ഒരു വലിയ മാറ്റം വന്നാലേ പറ്റുള്ളൂ. അവർ പറയും, പക്ഷെ പ്രാവർത്തികമാക്കുന്നില്ല. അപ്പൊ ആ മാറ്റങ്ങളോടുകൂടി തന്നെ പുതിയ ഗവൺമെന്റ് പുതിയ നല്ല ഒരു നവീകരിക്കുന്ന, അല്ലെ ജർമ്മനിയുടെ കെട്ടും മട്ടും ഭാവവും എല്ലാം മാറ്റിക്കൊണ്ട് തന്നെ പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വരട്ടെ. ഈസ്റ്ററിന് ശേഷം, ഈസ്റ്റർ ഞായറാഴ്ച എനിക്ക് തോന്നുന്നു ഏപ്രിൽ 22 തോന്നുന്നു. അതിനുശേഷം ഇവര് അവരുടെ സത്യപ്രതിജ്ഞ നടക്കുമെന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ. അപ്പൊ അതൊക്കെ അനുസരിച്ച് രാജ്യത്തിനും നമ്മുടെ ഇന്ത്യക്കും നമ്മുടെ മലയാളികൾക്കും ഒക്കെ തന്നെ നല്ലൊരു
പ്രദമാകുന്ന ഉറവിടമാകട്ടെ ജർമ്മനി എന്ന് ഈ അവസരത്തിൽ പ്രത്യേകം ആശംസിക്കാനേ പറ്റുള്ളൂ. എങ്കിലും വരുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. നല്ല അഭിപ്രായങ്ങളും അതുപോലെ തന്നെ സൂചനകളും അതുപോലെ തന്ന് ഈ ഒരു ഫേസ് ടു ഫേസ് മുഖാമുഖം പരിപാടി വളരെ സജീവമാക്കിയ ഡോക്ടർ ജോർജ് അരീക്കൽ അങ്കിളിന് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. അതോടൊപ്പം ഇനിയും നമുക്ക് ജർമ്മനിയെ പറ്റി അല്ലെങ്കിൽ ലോകത്തെപ്പറ്റി ചർച്ച ചെയ്യാനുള്ള ഒരു ഇടമായിട്ട് തന്നെ മാറുന്ന ഒരു അവസരമാണ് ഞങ്ങൾക്കുമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ ഒത്തിരി നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം പറയുന്നു. അങ്ങോട്ടും നന്ദി ജോസ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ.